ഹൈലക്സിനെ കുറിച്ച് ലോഞ്ചിൽ ടൊയോട്ട അത്ര പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. പക്ഷെ അതാണ് ഈ പിക്കപ്പ് യാഥാർത്ഥ്യത്തിൽ ആർക്ക് വേണ്ടിയാണ് തീരുമാനിക്കുന്നതൊക്കെ. അതായത് ഒരു രസകരമായിട്ടുള്ള ഒരു വണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്നല്ല പറയുന്നത്. പുള്ളി പേടിക്കണവും. അതായത് 2 ടണ്ണാണ് ഈ പറന്ന് വരുന്നത്. യാത്രക്കാരന് അത്ര സുഖകരമായിരിക്കില്ല, അത് ടൊയോട്ടയ്ക്കും അറിയാം. അതുകൊണ്ടാണ് ഇതുപോലത്തെ ലിവറുകൾ കുറേ കൊടുക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ പിക്കപ്പ് കൾച്ചർ ഇല്ലല്ലോ, പക്ഷേ നമുക്ക് പിക്കപ്പുകൾ ഇഷ്ടമാണ്. നമ്മൾ ഇസുസു വീക്രോസിനെ അഡ്മയർ ചെയ്യാറുണ്ട്. ടൊയോട്ട ഹൈലക്സ് ഒബ്വിയസ്ലി. Honestly can't believe this. The steering's fine, the gearbox is fine, the low range box is fine, the brakes are fine. ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ തന്നെയും ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് ഓഫ് റോഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പുതിയ ഹൈലക്സുമായിട്ടാണ്. ഇതാണ് ഏറ്റവും പുതിയ ഹൈലക്സ്. ഈ ഹൈലക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 9ാം ജനറേഷനാണ്. അപ്പോൾ ചില ആൾക്കാർ ഇത് 10ാം ജനറേഷൻ ആണെന്ന് പറയുന്നുള്ളൂ. അതെന്താ അറിയോ, 10ഉം 9ഉം 8ഉം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം 8ാം ജനറേഷൻ 2015 വന്നിട്ട് 2015 അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്ന ഈ ഒരു കാലം വരെ അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റുകളായിരുന്നു. ഒരു വലിയ ജനറേഷൻ ചേഞ്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ 9ാം ജനറേഷൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അടിമുടി ഉടച്ചു വാർത്ത വണ്ടി എന്ന് പറയുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും സെയിം തന്നെയാണ്. ഇതിലെന്താണ് പ്ലാറ്റ്ഫോം ചേഞ്ച് എന്ന് ചോദിച്ചപ്പോൾ ടൊയോട്ട കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചാറ്റ് GPT-യോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പുതിയ 9th ജനറേഷൻ ഹൈലക്സ് പുതിയ പ്ലാറ്റ്ഫോമിലല്ല, അത് IME ലാഡർ ഫ്രെയിം പ്ലാറ്റ്ഫോം റിട്ടേൺ ചെയ്തു. അത് മറ്റുള്ള വണ്ടികളിലെ TNGA-F പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടില്ല. അത് പ്രാഡോ അല്ലെങ്കിൽ ടൊക്കോമ അല്ലെങ്കിൽ ലെക്സസ് ഒക്കെ പോലെ. ഇതിൻ്റെ അകത്ത് മേജറായിട്ട് നടക്കുന്നത് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. സെയിം സ്ട്രക്ചറാണ്, പക്ഷേ റീഎൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രെയിമൊക്കെ. പിന്നെ സസ്പെൻഷൻ ജിയോമെട്രി റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെറ്റർ NVH-ന് വേണ്ടിയിട്ട് ബോഡി മൗണ്ട്സ് മാറ്റിയിട്ടുണ്ട്, ചേസിസ് ട്യൂൺ ചെയ്തിട്ടുണ്ട്, സൗണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഹൈബ്രിഡ് റെഡി ആർക്കിടെക്ചറാണ്. ഇന്നത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ഒരു കോൺവോയ് ഷൂട്ടാണ്. അതായത് കുറേ വണ്ടികളുടെ പിന്നാലെ പോയിട്ട് ഒരു സെലക്റ്റഡ് റൂട്ടിലൂടെ പോയി തിരിച്ചു വരും. ഇടയ്ക്ക് നിർത്തുമ്പോൾ BOV ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹൈലക്സിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ്. ഇവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബേസ് മോഡലിൽ ഓട്ടോമാറ്റിക് വന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പോൾ മാനുവൽ ഇല്ലതുകൊണ്ട്. എന്തായാലും കണ്ടോ, വയർലെസ് കാർപ്ലേ ഉണ്ട്, USB ഓൺലി. നമുക്കിവിടെ കാർപ്ലേ വയ്ക്കാം. ദെൻ ദിസ് ഈസ് റിഫ്രഷിംഗ് വിത്ത് വൈബ്സ്. ഐ ക്യാൻ പുട്ട് ദാറ്റ് ഓൾസോ ഹിയർ. റൈറ്റ്, ലാംഗ്വേജ് യൂണിറ്റ് മീറ്റർ സ്റ്റൈൽ, സ്പോർട്ടി ടോ സ്മാർട്ട്. സ്പോർട്ടിയാണോ സ്മാർട്ട് എന്താ? മീറ്റർ സ്റ്റൈൽ ടഫ്. ഐ നീഡ് എ ടഫർ സെറ്റിംഗ്. ഓക്കെ, ദെൻ മീറ്റർ സ്റ്റൈൽ കഴിഞ്ഞു, യൂണിറ്റൊക്കെ ഓക്കെ. ഫ്ലാഗ് ഓഫാണ് നടക്കുന്നത്. ഓണാണ്, അതെ, ഫ്ലാഗ് ഓഫാണ് നടക്കുന്നത്. നമുക്ക് റേഡിയോ കാണുന്നുണ്ട്, സംഭവം സെറ്റപ്പാണ്. കണ്ടാ, റേഡിയോ കൊണ്ടിട്ട് വോളിയം കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വോളിയം അറിയില്ല, വോളിയം കുറയ്ക്കുന്നത് തന്നെ ഞെക്കിപ്പിടിച്ച് വർത്താമാണ്. അതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഓക്കെ, 11. Excuse me, how to speak on this? Just press this and then speak. Okay. ആദ്യം ഓഫ് റോഡിങ് ആണ്. അതായത് ഇവർ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ടേ. നമ്മൾ സാധാരണ ഡ്രൈവിന് പോകുമ്പോഴല്ല ടൊയോട്ട റൈഡ് എന്ന് പറയുന്നത്. നമുക്ക് വണ്ടികളുണ്ട്, ഫോർച്യൂണറുകളുണ്ട്, 1, 2, 3, അതുപോലെ ഹൈലക്സ് കാണാറ്. അതായത് എസ്കോർട്ടും പൈലറ്റും ഫോർച്യൂണറും അതിനിടയിൽ കൂടെ നമ്മൾ ഹൈലക്സ് ഓടിച്ചു പോവാണ്. അതായത് അവർ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തിരിച്ചു വന്നാലാണ് നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പലയിടത്തും 30 മിനിറ്റ്സും 20 മിനിറ്റൊക്കെ നമുക്ക് P2C അഥവാ പോയിന്റ് ടു ക്യാമറ എന്നല്ല, അല്ലെങ്കിൽ ഷൂട്ട് ക്യാമറ അല്ല, അതിനുവേണ്ടി സമയം തരും. അതാണ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് എന്താ വെച്ചാൽ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുകളില്ല. അതായത് ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടൊരു പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല, അവർ പ്ലാൻ ചെയ്തോളും. അതാണ് എൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഓരോന്നുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം, അവിടെ എന്തൊക്കെ നടക്കണം എന്നുള്ളത്.
ഹൈലക്സ് എന്ന് പറയുന്നത് 9ാമത്തെ ജനറേഷനാണ്. ചില ആളുകൾ 10ാം ജനറേഷൻ എന്ന് പറയുന്നുണ്ട്, അത് കൺഫ്യൂഷൻ കൊണ്ടാണ്. അതായത് 8ാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ജനറേഷൻ ചേഞ്ച് നടന്നിട്ട് പിന്നീട് 9 എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. 8ൻ്റെ ഒരു ഫേസ് ലിഫ്റ്റുകളും ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളൂ. എന്ന് പറയുന്നത് 201 HP ആണ്. ഇതിൻ്റെ ഒരു ടോർക്ക് 500 Nm ആണ്. ഇതൊരു പ്രോപ്പർ 4x4 ആണ്. പിന്നിൽ ലീഫ് സ്പ്രിംഗ് ആണ്. എനിക്ക് ടൊക്കോമോ പോലുള്ള ട്രക്കുകൾ ഇഷ്ടമാണ്. ഞാൻ വിദേശത്ത് ഒരുപാട് വീഡിയോസ് കാണുന്നതാണ്. അതുപോലെ എനിക്ക് ടൊയോട്ടയുടെ പല ട്രക്കുകളും, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹൈലക്സിനോട് ഒരു ഇഷ്ടമുണ്ട്. കാരണം നമുക്ക് ട്രക്ക് ലൈഫ് ഇന്ത്യയിൽ അത്ര പ്രാധാന്യമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ട്രക്ക് ലൈഫിൽ ഒരു കാര്യം പറഞ്ഞാൽ ഞാനിത് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെ ആൾക്കാർ പറയും അവനൊരു പിക്കപ്പ് ഓടിച്ച് വന്നു പറയും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ പറയും മീൻ കച്ചവടം തുടങ്ങി. മീൻ കച്ചവടം കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. മീൻ കച്ചവടം ചെയ്യാനും ഹൈലക്സ് പറ്റും. പക്ഷേ ഹൈലക്സ് ആക്ച്വലി പുറത്തൊക്കെ മീൻ കച്ചവടം ചെയ്യുന്ന വണ്ടി കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇത് ലക്ഷറി സെഗ്മെൻ്റ് അല്ലേ. അതായത് 32 ലക്ഷം രൂപ എക്സ്ഷോറൂമിൽ വണ്ടി വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ എന്താ പറയുക 4 വീൽ ഡ്രൈവ് അല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ടേംസ് തെറ്റിയൊന്നും പറയണ്ട. എന്തായാലും ഈ വണ്ടിക്ക് ടൊയോട്ട പ്രാഡോ, പുതിയ ലേറ്റസ്റ്റ് പ്രാഡോ ഇല്ലേ, അത് ആ പ്രാഡോ ആയിട്ട് സാമ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ എനിക്ക് മുകളിൽ ഈ ഒരു ഗ്ലോ ബോക്സും അല്ലെങ്കിൽ ഈ ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഡാഷ്ബോർഡൊക്കെ ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഈവൻ 32 ലക്ഷം കൊടുത്ത് എന്ത് പ്രാക്ടിക്കൽ, അല്ലെങ്കിൽ 40 ലക്ഷം രൂപയുടെ മുകളിൽ എന്ത് പ്രാക്ടിക്കൽ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നേ അത്രയും കൊടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇതിനൊരു എക്സ്ക്ലൂസിവിറ്റി ഇന്ത്യയിലുണ്ട്. പുറത്തെന്തോ ആട്ടെ ഹൈലക്സ് ഓടിക്കുമ്പോൾ ഉണ്ട്. അറിയാവുന്നവർക്ക് അറിയാതെ ഹൈലക്സ് ആണെന്നുള്ളത്. പിന്നെ ബാക്കിലെ ലീഫ് സ്പ്രിങ് മാറ്റിയിട്ട് സസ്പെൻഷൻ ആക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലിയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. അതൊക്കെ ഓക്കെ, അതൊന്നും നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഏത് വണ്ടി വന്നാലും മോഡിഫൈ ചെയ്യണം, മോഡിഫിക്കേഷനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ആ വണ്ടിയുടെ ബാക്കിലെ ക്യാമറ ഉണ്ടോ, അത് 360 ഡിഗ്രി ക്യാമറയുടെയാണ്. ശരിക്കും 360 ഡിഗ്രി ക്യാമറ കൂടി വന്നപ്പോൾ ഈ വണ്ടിക്ക് ഹൈലക്സിനെ ഒരു ഇത്തിരി കൂടി ഒരു എന്താ പറയുക മനോറബിലിറ്റി കൂടി എന്നുള്ളതാണ്. ഞാൻ പറയാറില്ലേ സാധാരണ എല്ലാ വണ്ടിയും ഷെയർ ആവാറുണ്ട്. ഇന്നും എനിക്ക് ഷെയർ അല്ല, എന്തോ ഭാഗ്യത്തിന്. ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അത് കോയിൻസിഡൻസ് ആണ്. എന്നാലും ആ കോയിൻസിഡൻസിൽ എനിക്ക് ഇന്ന് ഒരു ഇത്തിരി ഗുണങ്ങൾ കാണുന്നുണ്ട്. അതായത് വണ്ടി എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബട്ടൺസൊക്കെ ഞാൻ ഇന്നലെ ഒരു റീലിലൊക്കെ പറഞ്ഞില്ലേ ഗ്ലോവ്സ് ഇട്ട് യൂസ് ചെയ്യാൻ തന്നെ. ഇവിടെ എന്ത് ഗ്ലോവ്സ്, ഇവിടെ എന്ത് വീണ്ടെന്ന് നോക്കില്ലേ. പക്ഷേ ഒരു വണ്ടി ഉണ്ടാക്കുമ്പോൾ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലുള്ള വണ്ടി ആകുമ്പോൾ ഈ IME പ്ലാറ്റ്ഫോമാണത്. ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുമ്പോൾ ആ കിടക്കണ ഫോർച്യൂണർ, ഇപ്പോഴത്തെ ഫോർച്യൂണർ, ലെജൻഡർ, ക്രിസ്റ്റ എല്ലാത്തിനും ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പേരാണ് IME പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ IME പ്ലാറ്റ്ഫോമിൽ ഏറ്റവും പുതിയ ഹൈലക്സ് വന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി ഒന്നുകൂടി സോഫ്റ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഫേസിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ വീലിൻ്റെ ഡിസൈൻ നൈസാണ്. കൊള്ളാവുന്ന ഡിസൈനായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഇതിൻ്റെ മൊത്തമുള്ള ഒരു അപ്പിയറൻസ് കൊള്ളാം. ഓഫ് റോഡ് കിറ്റുകൾ നല്ലതാണ്. ഓക്കെ, ഇത്രയും വണ്ടികളുടെ ക്യൂ ഓഫ് റോഡ് തുടങ്ങാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഇതേ ഒരു ഫോർച്യൂണർ ഇങ്ങനെ പോയിട്ട് വരാനായിരിക്കും. ആദ്യം ആക്സിൽ ട്വിസ്റ്ററാണല്ലോ. ആക്സിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളിനകത്ത് കയറും. ഹായ്. Hi. രാകേഷ് നാരായണൻ. My name is Ankush. Sorry to... No problem. Then we should put 4x4? 4 low. We'll go in the 4 low. Okay. Push to 4 low. Yes, Fine. push to 4 low. It's coming. Yes. And the MTS will work only 4 low, right? Yes. Okay. 4. What happened? It's already there? No. Wait. No. No 4H. Put it a little more. Okay. Brakes. Sure. Yes. Right. Okay. Definitely go. So there are certain things which we have to keep in mind whenever we are going off-road or tackling such obstacles. Okay. So this track is curated for this vehicle only. So we are in 4 low only. Okay. Okay, we'll start. So the first obstacle is axle twisters. Okay. Okay. So you'll see that how much the suspension travels whenever you are on the axle twisters. Okay. Okay. Please go on. Yeah. Tell me if I'm doing something wrong or Yes. just instruct me. Like I Just, can do just whatever. move slowly. That's Sure, it. Nothing else. A bit left. I can do whatever you A bit say. left. Okay. That's it. Go on straight. Straight. You like this? Oh, that was easy. Yes. For this car, actually, everything is easy. So brakes. So before every obstacle, we are going to stop. We are going to take a halt and we'll brief about the obstacle, Sure. and then we are going to start. So this is side incline. So there are certain points. There are a few points which we have to keep in mind before tackling this particular obstacle. Okay. So we just have to attain a certain angle. Okay.
approach through a certain angle and Okay. depart through a certain angle. Okay. Okay. So we just have to approach it through the lines. You can see the lines already. The wheels. Yes. Okay. Yeah. And we just have to be behind the cones. You Sure, can see up there. sure, sure. Okay. Please go on. Okay. A bit left. A bit more left. That's it. And go straight. I'll tell you when to go a little right. Okay. That's it. Go straight. Go straight. Go straight. A bit left. Sure. Yeah. this. What is sound? So it was for the suspension. Oh, okay. That leaf spring is working. Yes. Okay. No. Do not No. turn Okay. Okay. until it is down Sure. Okay. Yes. like this. That is the instinct saying just turn. So these are articulations. It is the same thing as axle twisters, Okay. but we will be needing Differential lock. differential lock here. So Hilux equipped with the rear diff lock. Rear Okay. lock only. Okay. And let us wait for it to be engaged. Yeah, the light will turn off. Yes. So without the diff lock, this can't go. I mean, No, basically the thing is that it will move little easier with this. okay. Okay. It will go out. The car is massive. Yeah, it's Power is massive, yes. But when we are going through articulations, we need such things which which keep our work easy. Got it. Got it. Yeah, like this. Why is not It's not engaging right now. move a little ahead? Or maybe it will work like that. Not really. Okay. That light will keep like glowing. Might be. Maybe like Because so. in the previous one, it just stops at a point. Oh, okay. Yeah. Yes, let us start. Yeah. If it's kicking, then kicking. So I can follow the tire path. Tire marks, yes. So basically, for the main thing about a bit left, Okay. the main thing about this obstacle is that you just have to enter slow. Okay. And there are transitions you can see among the pits from right to left and left to right. Okay? Sure. So whenever we are going to the pit, we will go tilt like this, Okay. and wherever the pit is, the direction, we are going tilt like this, and that's it. And we are going very slow. Okay. It's stopped now. Like this. I'm Yes, doing like right. this. Just like maintain the pressure over the brake so that car moves in own pace. Yeah. Yes. Yes. Like this, perfect. A bit left. A bit left. Like this, perfect. So the diff lock worked beautifully. Yes. It Okay. is so flawless that you won't feel that you are going through the pitch. A bit No. left. No. Yeah. Left more. Sure. Right. Yes, like this. And a bit more left. Now go straight. Like this. Go straight. Okay. Like this. Wow, that was beautiful. You won't feel it that No. you're going through the pits or some articulation or axle twist or anything, because it works so well with this particular car that you won't feel it that you are going through any obstacle. It happens flawlessly. Yes. So we have to switch off that diff lock now. No? Yes. Now we Should I just stop? have to- Yes. So now we just have to switch off this. Okay. We can move. It will go off. Okay. That transmission jerk we can feel. Tuck. Yeah. The rumble strip is just for the. Just for the Suspension thing. How it works, how it is damped. Okay. Will you feel whatever going outside, you will feel inside or not? Okay. So do you have a prior experience of off-roading and all? Yes. Okay. Few times I did this. Well, that gives us some more confidence about the driver. That so that's actually a side incline negative. So why we call it side incline negative? Basically, when the driver side is up and the Your passenger side is down, we call it side angle negative. Do we need to reverse or something like to? No, just We'll go and attain a particular line over there. tell me if I'm going wrong. Brakes. Okay.
This is side incline negative. Yes, side incline negative. So there is a certain point, as we did there. There is a certain point where we have to start and where we have to depart. Okay. So there is a point where we have to go and correct our line by going right a little. Okay. So slowly we go left, only a bit more left. That's it, and we're in correct line. Go straight. And when I say right, Okay. then only turn it. Yeah. Okay. Only a bit right. Only a bit right. Okay. Only a bit right. Okay. That's good. Go straight. Go Oh. straight. Oh. Go straight like this. Okay. Perfect. That was cool. So we are in 4x4 low, 4 low. and we are not using that diff lock, so we can accelerate like to shift the gear, right? Yeah. So basically, 4 low is like you get maximum torque in the lower RPMs. Yeah. Okay. So that is why we choose like 4 low, but the track is for 4 low. That is why we are going in the 4 low throughout the track. Okay. We're not shifting between 4H and 4 low. Yes. So this is a seesaw. Okay, Basically. okay. We go up, and there is a certain point where we have to brake Okay. so that the seesaw goes down. Okay. And then we have to start when it is down there. Okay. Okay. So just let the car move, and I'll tell you Yeah, when to yeah. go brake. Go up. You need a little throttle. You need a little throttle. Throttle more. 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 And brakes. Brake. Put the brakes down. Oh. Go down. Oh, that was extreme. Yeah. I was planning to balance, but that doesn't work. So it's water wading. Yeah, it is water wading. You can go So, just flawlessly, like. just go slow as it is possible. Okay. So this car got good water wading capacity, Yeah, I it guess. has got 700 mm of water wading capacity. Okay. So it is somewhere around 2.5 feet. Okay. Yeah. So that is not a big deal for this car. Yeah. Okay. This is the rock. This is the rock bed. Just we wait, let Okay. the water go down Yeah. from the body or chassis, and then we start a little slow. Ready? Yes, please. Left a little. Just go as slow as possible. Okay. As you've got the all-terrain tires, it won't be difficult for this particular car that Rock crawling. pass through the rock crawling. and all. Okay. This is made for off-roading. Yeah, actually. You got different modes and all. Nah? Different mode. MTS I'm talking about Yeah. now. Multi-terrain system. That's what. Yes. Okay, so we need the diff lock now. Just it is the same thing as like why we call it giant swing, that you go down and then you go the other way down. Okay. So in German cars you feel more jerk, and it is a very difficult thing for them. But for this particular car, the suspension travels a lot. You won't feel it anyway in the car. Because of the leaf swing suspension at the rear, the Yes. articulation is more like. More. Okay. So that is why I'm telling you, the suspension travels a lot. Okay. Yes. Okay, please go on. Just start slow. On the transition, just let the car stable, and then we have to start. Okay. You just We tell just me. follow the same line Yeah. when we are going in. Yeah. You just tell me when I need to accelerate. Exactly. You won't need acceleration. Seriously, it will go like. Exactly. So the steering angle is correct, right? Correct. So now we go a little right. Okay. Only a bit. That's it. Okay. Once the both go straight. Go straight. A bit left. Oh, it will go automatically. Yeah. Then it's, oh. That's it. Not an issue for this. Okay. I thought I don't need to. I mean, put Just the go car. straight. Do not tilt the steering anyway. Sure. Just go straight. Okay. Oh, acceleration is not needed.
Oops. Yes. Beautiful. We go up. This way. Yeah, left. Okay. Brakes. Go straight. I'll tell you when to go right. Go straight. A little right. That's it. Go straight. Just a bit left. Go on, go on, go on, go on. Is it correct? Yeah, it is correct. Okay. Brakes. Yep. So now we have a DSC right here. Oh, okay. So downhill assist. Downhill If you assist. go, it'll help you go down so easy. It's in 5 kilometer per hour. Yes, it depends Okay, that okay. on how steep climb you are at. Okay, okay. So I just leave the brake and just hold on the steering. You just have to go a little ahead and then let the car sense that you're on a steep downhill. Okay, okay. And then you just go straight. Do not turn the steering at all. Now? Yes, now leave it. Yes, it will go down automatically. Already done. Yay. Okay, that was cool. So we are done with the off-roading. Nice meeting. Thank you. Park here. Okay. So we have to wait Sir, you have 45 to 60 minutes to shoot. here Yeah. So you can do multiple rounds if you want to, or either you can park or just shoot the car. anywhere. Anywhere. Not on the track right now. Yeah, I will go that side. No? that side. Okay, fine. അതായത് അവരുടെ പരിപാടികൾ തൽക്കാലം കഴിഞ്ഞിട്ടുണ്ട് ഓഫ് റോഡിങ്. ഇനി എവിടെയെങ്കിലും കൊണ്ടിട്ട് ഷൂട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഷൂട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് ഫസ്റ്റ് അതങ്ങ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് പോവാം. ഇതാണ് പുതിയ ഹൈലക്സ്. ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്, അതായത് മുൻവശത്തെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അതായത് എനിക്ക് ഇതിൻ്റെ മുൻവശം എന്ന് പറയുന്നത് വലിയ കുഴപ്പം തോന്നിയില്ല. ഒരിത്തിരി മാച്ചോ മാറിയിട്ട് ഗേളി ആയിട്ടുണ്ടെന്ന് തോന്നി. ഈ ഗേളി ആയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഫീച്ചേഴ്സ് കുറേ വന്നിട്ടുണ്ട്. ഇതേ ഒരു ക്യാമറ അവിടെ കാണാം. ഇത് 360 ഡിഗ്രി ക്യാമറയാണ്. ഇത് വെച്ചേക്കുന്നത് ഒരു ആഫ്റ്റർ തോട്ടായിട്ട് തോന്നിയില്ല എന്നുള്ളത് ഗുണമാണ്. അതായത് ഗ്രില്ല് ക്ലീനായിട്ട് മോളായിട്ടുണ്ട്. ഈ ടൊയോട്ടയുടെ ലോഗോ എംബേഴ്സ് നിൽക്കുന്നതും കൊള്ളാം. എഡാമ്പ് കാണാം. ഇതാണ് ഗ്രില്ല്. ഹണിക്കോമിൻ്റെ വലിയ പാറ്റേൺ ആണ്. പിന്നെ ഫോഗ് ലാമ്പുകളുണ്ട്. ഈ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് ആ ബമ്പറിനകത്തേക്ക് കയറ്റി വച്ച പോലെയാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്ത് നമുക്കൊരു ഫ്ലാപ്പ് കാണാം. അതുപോലെ എയറോ ഇൻസെർട്ട്സ് കാണാം. ഇവിടെ 2 ഇൻസെർട്ട് ഉണ്ട്, 3 ഇൻസെർട്ട് ഉണ്ട്. ബോഡി കളർ ബ്ലാക്ക്, സിൽവർ. ഇതാ കാണുന്നത് റഡാറാണ്. ഇതിന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഇവിടെ ഒരു ഡയമണ്ട് പോലത്തെ ഒരു പീസ് കൊടുത്ത് വേണമെങ്കിൽ ഫോഗ് ലാമ്പോടെ കയറുന്ന ഒരു ചെയ്തിട്ടില്ല. അതൊരു ഡിസൈൻ എലമെൻ്റാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഈ ഹെഡ് ലാമ്പിനകത്ത് ഹൈലക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തുണ്ട് ഒരു ഡമ്മി പീസ്. ലൈൻസ് ഒക്കെ കണ്ടോ. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഹൈലക്സ് എന്നുള്ള ലെറ്ററിങ് ഉണ്ട്. DRലുണ്ട്. ആ ഗ്രില്ലിൻ്റെ ബാക്കി എന്നോണം നിൽക്കുന്ന പീസ് കണ്ടില്ലേ. ഇപ്പം ഞാനൊന്ന് ലോക്ക് ചെയ്യാം. വെറുതെ ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻഡിക്കേറ്റർ കം DRൽ ഈ ഓഫ് റോഡ് ചെയ്തൊക്കെ ആക്സറീസാണ്. ബോണറ്റ് കണ്ടോ. ബോണറ്റിൻ്റെ ഒരു ഷെല്ലൊക്കെ കണ്ടില്ലേ. വലിയ ഗ്ലാസ് ഏരിയ ആസ് യൂഷ്വൽ. മുകളിൽ ആ ഒരു ഷാർക്ക് ഫിൻ തന്നെ മാത്രമേ കാണുള്ളൂ. ഈ ബോണറ്റിൻ്റെ വലിപ്പം നമുക്ക് ഇതിൻ്റെ വലിയ ഒരു വണ്ടിയാണെന്നത് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ ഈ പാർക്കിംഗ് സെൻസേഴ്സ് ഇല്ലേ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ആ ക്യാമറയും കൂടിയിട്ട് ഒരിത്തിരി ഓഫ് റോഡിങ് ഈസി ആക്കുന്നുണ്ട്. ഈ ഹൈലക്സിലേ എൻജിൻ മാറിയിട്ടില്ല പറഞ്ഞു. എൻജിൻ മാറിയിട്ടില്ല പറയുമ്പോൾ അത് D4D തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബോണട്ടം തുറക്കാം. ഞാൻ ഫ്യൂലാണ് തുറന്നു. ഇപ്പോൾ അത് കിടക്കണം. ഓക്കെ, ഫ്യൂല് തുറന്ന സ്ഥിതിക്ക് ഇനി ഹാൻഡ് ബ്ലൂവിൻ്റെ ഒരു സംഗതി കാണിക്കാമല്ലോ അല്ലേ. അതെ, ഓഫ് റോഡറേ. ബോണറ്റ് പൊക്കാനായിട്ടേ ഇത് ഇത്തിരി വലിപ്പം കൂടുണ്ട്. ഇത് ഇവിടെ എല്ലാവരും പിടിച്ച് നോക്കുക. അത് താഴത്താണ്. താഴത്ത് പിടിച്ച് പൊക്കുമ്പോൾ നമ്മളിത് പൊക്കാൻ ശ്രമിച്ചാൽ പോകും. ഹൈഡ്രോളിക് സ്റ്റെട്ടുകളില്ല. ഓഫ് റോഡിങ്ങിൻ്റെ ബാക്കിയാണേ. ഈ എൻജിൻ എന്ന് പറയുന്നത് 201 HP ആണ്. അതുപോലെ ഇതിൻ്റെ ടോർക്ക് 500 Nm ആണ്. വിത്ത് 4x4 ഹൈ ലോ ട്രാൻസ്ഫർ കേസ്. പിന്നെ ഇതിൻ്റെ കൂടെ റിയർ ഡിഫ് ലോക്കും ഉണ്ട്. ടൊയോട്ട കിർലോസ്കർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് ബാറ്ററി. ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് ഡിപ്പ് സ്റ്റിക്ക് കാണാം. ആ ചളി പിടിച്ച് കാണുന്നതാണ് ECU. അത് നല്ലതാണ്, കാരണം അവിടെ സേഫായിട്ടിരിക്കുന്നുള്ളല്ലേ ECUയുടെ ഗുണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ECU ഈസിയായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് വലിയ എയർ ഫിൽറ്റർ ബോക്സ്. ഇവിടെ ABS യൂണിറ്റ് കാണാം. ആസ് എ ട്രഡീഷൻ ഫ്യൂസ് ബോക്സ് നമുക്ക് തുറക്കണോ? വേണമെങ്കിൽ തുറക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് തുറക്കാനായിട്ട് പാടൊന്നുമില്ല. ഇതാണ് ഫ്യൂസ് ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ ആഡ് ബ്ലൂ ടാങ്ക് അകത്തേക്ക് വന്നു, അതായത് ബോണറ്റിനകത്തേക്ക് വന്നു എന്നുള്ളതാണ്. ആഡ് ബ്ലൂ ഇവിടെയാണ് ഫില്ല് ചെയ്യുക. അതും എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി ബോണറ്റ് തുറന്ന് വേണം ചെയ്യാനായിട്ട്. അത് സർവീസായിട്ട് ചെയ്തോട്ടെ എന്നുള്ള മൈൻഡിലായിരിക്കണം. ഇത് കൂളൻ ടാങ്കാണ്. ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രേക്സ്. ഇതാണ് ABS യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരിത്തിരി ടൈറ്റ് തോന്നി. അത് ട്രക്കല്ലേ. പിന്നെ ബോണറ്റ് ഇൻസ്റ്റലേഷനുണ്ട്. ഒരു സംഗതി ഉണ്ടല്ലോ, അത് ചില പ്രീമിയം കാറുകൾ ഓർമ്മയുണ്ടല്ലേ, ഈ ബോണറ്റിൻ്റെ മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ പീസ്
നല്ല വെയിറ്റാണേ. 1GD FTV എന്ന് പറയുന്ന GD സീരീസിലെ ഡീസൽ എഞ്ചിനാണ് ഹൈലക്സിൽ. അതിൻ്റെ കൂടെ 6 സ്പീഡാണ്, ഓട്ടോമാറ്റിക് അത് ടോർക്ക് കൺവേർട്ടറാണ്. 1755 cc 2.8 ലിറ്ററാണ് അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. വശങ്ങളിൽ ക്ലാഡിംഗ് ഒക്കെ കാണാം. ക്ലാഡിംഗ് മാത്രമല്ല, ഹൈലക്സ് എന്നുള്ള ഒരു ലെറ്ററിങ് ഉണ്ട്. ദേ ഇവിടെ പ്രൊട്ടൂഡ് എടുക്കുന്ന ക്യാമറ കാണാം. ഇങ്ങോട്ട് മടങ്ങും. ഹാ, അത് ഒരു ഓഫ് റോഡ് ഫ്രണ്ട്ലി ലെവൽ, മരത്തുമ്പോൾ തട്ടിലും പൊട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ കാണാം. ടൊയോട്ട പ്രാഡോ, ടൊയോട്ട 4Runner ഒക്കെ വന്നപ്പോൾ നമ്മൾ അമേരിക്കൻ കൺട്രി അല്ലെങ്കിൽ അമേരിക്കയിൽ അങ്ങനെ മറ്റുള്ള കൺട്രികളിലെയും വീഡിയോസ് കണ്ടപ്പോൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തൊരു സംഗതി ആയിരുന്നു ഇതിൻ്റെ അലോയ് വീൽസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള അലോയ് വീലാണ്. ഈ വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 265/65 R17 ഓൾട്ടറേനാണ്. ഇവിടെ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ്. അത് ഒരു ഇത്തിരി അഗ്രസീവായിട്ടുള്ള ഒരു ഇത്തിരി ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ സസ്പെൻഷനാണ്. ദേ അവിടെ നമുക്ക് ഒരു എഞ്ചിൻ ഗാർഡ് കാണാം. എഞ്ചിൻ ഗാർഡ് ഇങ്ങനെ അടിയിൽ കൂടെ കാണാം. പിന്നെ ഇവിടെ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഒരു റോക്ക് ക്രോളറായിട്ട് വർക്ക് ചെയ്യുമോ? ഇത് പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക്കാണ്, ഓക്കെ, ഇരുമ്പല്ല. പിന്നെ ബാക്കിലെ ആ ഒരു വീൽ നോക്കിയാൽ, ഈ ബാക്കിലെ വീലിൻ്റെ കാര്യം കാണുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി വീലിൻ്റെ ഒരു കാര്യം കാണാൻ പറ്റുക. 17 ഇത്തിരി ചെറുതായിട്ട് തോന്നും വീലാസിലുണ്ട്, പക്ഷേ ആ ലീഫ് സ്പ്രിങ് നമുക്കിവിടെ കാണാം. അതിൻ്റെ ബോൾട്ടൊന്നും എനിക്ക് 2, 4, 6 ബോൾട്ടുകൾ. പിന്നെ പാരബോളിക് ലീഫ് സ്പ്രിങ് കാണാം കേട്ടോ. ഈ പാരബോളിക് ലീഫ് സ്പ്രിങ്ങിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പ്രിങ് മതി എന്നുള്ളതാണ്. കേട്ടോ, 1, 2, 3, 4, 5 ഇത് ചേസിസ് നമ്പറാണ്. ഇത് ലൈനറാണ്, പ്ലാസ്റ്റിക് ലൈനറാണ്. ഇതിൻ്റെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തിനാ? ചവിട്ടിക്കാറാണ് എന്തിനാ? ബെഡിലേക്ക്. ഇതാണ് ഈ വണ്ടിയുടെ ബെഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ റോൾ കേജ് പോലുള്ള സംഗതി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വൈപ്പർ വേണമെന്ന് എനിക്ക് തോന്നി. 3 സീറ്റ് ബെൽറ്റുകളും 3 ഹെഡ് റെസ്റ്റും കാണാം. ഇതിൻ്റെ ലൈനിങ് ഒക്കെ കണ്ടില്ലേ? ഞാൻ എന്തായാലും ബെഡ് തുറക്കാട്ടോ. ഈ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കിയേ, എയർ ഓഫ് ഇന്നോക്കുള്ള ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കിയേ. ഇതിനകത്ത് ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മാത്രമേ ബൾബുള്ളൂ, മറ്റത് LED ആണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ടൊയോട്ട ഹൈലക്സ് എന്ന് പറയുന്ന വണ്ടിയുടെ ബാക്കിലെ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെഡിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ചില വണ്ടികൾക്കേ ചവിട്ടിക്കാർ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ചവിട്ടിക്കാർ ഓപ്ഷൻ ഇതിനകത്തല്ല. ഇത് തുറന്ന് വെച്ചിട്ട് ചവിട്ടിക്കാറാൻ പറ്റില്ല. ഇത് അടച്ചു വെച്ചാൽ വേണമെങ്കിൽ ചവിട്ടി കയറിക്കോന്ന് പറഞ്ഞിട്ട് ബെമ്പറിലൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ലോജിക്കില്ലായ്മയാണ്, ബട്ട് ഓക്കെ. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇത് റഫാണ്, ചവിട്ടിയാൽ ചളിയാവുന്നില്ല. ഓക്കെ, ഇതും നല്ല പ്യുവർ സ്റ്റഡി ആയിട്ടുള്ള ഒരു ബമ്പറാണ്. അവിടെ ക്യാമറ വെച്ച് കണ്ടോ? ആ ക്യാമറയുടെ ഒരു ഇൻസേർട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ കൊള്ളാം. പിന്നെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അണ്ടർ ബോഡിയും അല്ലെങ്കിൽ സ്പെയർ വീലും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഈ സ്പെയർ വീൽ അല്ലയാണോ? നോ. വീൽ ആർച്ചുകൾ കുറച്ച് അകത്തേക്ക് നിൽക്കുന്നുണ്ട് ബെഡിൽ. പക്ഷേ ബെഡിൽ അങ്ങനെ അകത്ത് നിന്നാലും നമുക്ക് ലോഡിങ്ങൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ലോഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ക്യാമ്പും ചെയ്യാൻ പറ്റും. പിന്നെ 2 ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് വാട്ട് ഈസ് ക്ലവർ ഒന്നും പറയാനില്ല. ആ 2 ഹുക്ക് അവിടെയും കാണാം, ഇവിടെയും കാണാം. പിന്നെ ടൊയോട്ടയാണത്. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് അകത്തിരുന്നിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ബെഡിലിരുന്നിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഇതേ അവിടെ അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ക്യാമ്പ് ചെയ്യാം, ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാം. ഇതൊക്കെ ഒരു പിക്കപ്പ് ട്രക്കിൻ്റെ ഒരു ഗുണമാണ്. ഈ പിക്കപ്പ് ട്രക്ക് എന്ന് പറയുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടോ എത്തിയിട്ടില്ല. എത്തുമായിരിക്കും എന്തെങ്കിലുമൊക്കെ. എത്തി, പക്ഷേ നിലനിന്നിട്ടില്ല. എന്തുകൊണ്ടോ നിലനിൽക്കായിരിക്കും. ആ സീസോ കാണണോ? നോക്കിയേ, ആ സീസോ നോക്കിയേ. അതായത് ഓഫ് റോഡിങ് ആണേ. ഓഫ് റോഡിങ് എന്ന് പറയുമ്പോൾ സീസോയിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ ഒത്തിരി പാടാണ്. ടക്ക് വീണു. വീണ്. അപ്പോൾ ഇന്ത്യയിലെ ട്രക്ക് കൾച്ചറിൽ ഹൈലക്സിന് ഒരു നല്ല പങ്കുണ്ട്. ഇഫ് ആ കൾച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ. ഇത് അടയ്ക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് അടച്ചു. കാറിൻ്റെ സാധാരണ ഡോർ പോലെ. ടൊയോട്ട ഹൈലക്സ്. ഇവിടെ 2 സൈഡ് സ്റ്റെപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാപ്പുകളുണ്ട് ഹൈലക്സിൻ്റെ. ഇവിടെ ഞാൻ ആ ഫ്യൂവൽ ഡോർ തുറന്നത് അബദ്ധമാണെങ്കിലും ആഡ്ബ്ലൂ ഇവിടെ അല്ല, ഡീസലിൻ്റെ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ വണ്ടിയുടെ എൻജിൻ 2.8 ലിറ്റർ ഇതുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടായിരുന്നു. ആ ഇന്നോവ ക്രിസ്റ്റ ഇപ്പം ഇല്ല. പക്ഷേ ആ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. അത് കൊള്ളാവുന്നൊരു വണ്ടിയായിരുന്നു. അത് പോവേണ്ടിയിരുന്നില്ല. ഈ ഹൈലക്സിൻ്റെ അകത്തേക്ക് 2 വശങ്ങളിലൂടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഞെക്കി കയറാം. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, കാര്യം എന്ന് പറയുന്നത്, ഇത് ഗ്ലോബൽ വണ്ടിയാണ്. അപ്പോൾ 2 സൈഡിലും സ്റ്റിയറിംഗ് ഉള്ള മോഡലുകളുണ്ട്. ഈ ഡോർ പാഡും സ്റ്റഡിയാണ്. നമുക്ക് കണ്ടാൽ വാഷിയാന്നൊക്കെ തോന്നും. ചെറിയ ബോട്ടിൽ ഹോൾഡറാണ്, ചെറിയ മാപ്പ് പോക്കറ്റ് ഉണ്ട്, സ്പീക്കർ കാണാം. ഈ മാറ്റൊക്കെ അവരുടെ ഒരു സംഭാവന കേട്ടോ. ഇവിടെ എയർ ബാഗ് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അത് യൂട്ടിലിറ്റി വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ഒരു ഡാഷ്ബോർഡിന് നിങ്ങൾക്ക് മിക്കവാറും പ്രാഡോയുമായിട്ടുള്ള സാമ്യം, പുതിയ പ്രാഡോ അല്ലെങ്കിൽ 4Runnerമായിട്ടുള്ള സാമ്യം തോന്നുന്നുണ്ടാവും നിങ്ങൾ ഗ്ലോബൽ വണ്ടികൾ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ. പുതിയ 12.3 സ്ക്രീനിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. അതിലേക്ക് വരാം. 2 ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വേണമെങ്കിൽ വെച്ചോ, താഴത്തും വേണമെങ്കിൽ വെച്ചോ. പിന്നെ ഈ വണ്ടിയുടെ സീറ്റുകൾ ഫാബ്രിക്കാണ്. നല്ല ഫാബ്രിക് സീറ്റാണെന്ന് പറയാം. എനിക്ക് ഫാബ്രിക് സീറ്റ് ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ ഫാബ്രിക് സീറ്റിനോടുള്ളൊരു പ്രിയം ഇവിടെ കാണിക്കുകയാണ്. അത് കൊള്ളാം. പിടിച്ചു കയറാനൊരു ഹാൻഡിൽ, ഇവിടുത്തെ ഡോർ ഹാൻഡിൽ, ഇത് ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ലൈനൊക്കെ കണ്ടോ?
ഹൈലക്സിൻ്റെ പിൻവശത്ത് ഞാൻ ഈ പെട്ടി വയ്ക്കാൻ കാരണം ഇതിനകത്ത് വേറെ എവിടെയും ലഗേജ് വെക്കാൻ പറ്റില്ല. ഇത്രയും വലിയ ബെഡ് കിടന്നിട്ടോ ആരെങ്കിലും പെട്ടി കൊണ്ടുപോയി ബെഡിൽ വയ്ക്കുമോ? മഴ പെയ്യുന്നുള്ള വേറെ കാര്യം, ആരടുത്ത് കൊണ്ടുപോകില്ലേ. പിന്നെ ഇതിന് കവറൊക്കെ കിട്ടും വാങ്ങാനായിട്ട്. അങ്ങനെ വാങ്ങിയിട്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ ഞാൻ ചെയ്ത പോലെ പെട്ടി ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. സീറ്റ് വെർട്ടിക്കലാണ്. പിന്നിലെ സീറ്റിൽ ഇരുത്തുക അല്ലെങ്കിൽ ഇരിക്കാൻ പറയാമെന്ന് പറയുന്നത് ഒരു ഇത്തിരി ദ്രോഹമാണ്. പക്ഷേ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ 2 കപ്പോൾ ലക്ഷമായിട്ട് കാണാം. 3 സീറ്റിനും സീറ്റ് ബെൽറ്റ് ഉണ്ട്. എയർ ബാഗുകൾ കണ്ടോ, അതായത് മുകളിലെ എയർ ബാഗ് കണ്ടോ, കട്ടൻ എയർ ബാഗുകളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇപ്പോൾ വണ്ടിക്കുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ടുകൾ 2 കൊടുത്തിട്ടുണ്ട്. ഒരു മിഡിൽ ഹമ്പ് കാണാം. ഒരു യൂട്ടിലിറ്റി ഹുക്ക് എന്ന് പറയാം, അതൊന്നല്ല 2 ഉണ്ട്. അപ്പുറത്തും കാണാം. പിന്നെ മാപ്പ് പോക്കറ്റുകളുണ്ട്. അത് വലിയ മാപ്പ് പോക്കറ്റാണ്. ഈ ഫാബ്രിക് സീറ്റിലെ മാപ്പ് പോക്കറ്റുകൾ കൊള്ളാം. പിന്നെ ഈ ഒരു ഹാൻഡിൽ അത് ആവശ്യം വരും. ഈ ഒരു ഹാൻഡിൽ അത് ആവശ്യം വരും. ചെറിയൊരു കോട്ടലാസ് പിന്നിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഹുക്കുകളുണ്ട്. അതെന്തിനാണാവോ. പിന്നിലെ ഡോർ പാഡിൽ പവർ വിൻഡോ സ്വിച്ച് ഉണ്ട്. ഇതൊരു വലിയ ഒരു ഹാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്പേസാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡറുകളുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് സ്പേസിൻ്റെ കാര്യമായിട്ട് വണ്ടിക്കകത്ത് പറയാനുള്ളത്. ഈ ഒരു സ്പേസിന് നമുക്ക് സ്പേസ് ആയിട്ട് തന്നെ കാണാം അല്ലേ. ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ തൈ സപ്പോർട്ടൊക്കെ തീരെ കുറവാണ്. പക്ഷേ ഇതൊരു യാത്രാവാഹനമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുന്നിലെ 2 പേര് അർമാദിക്കുക ബാക്കിലേക്ക് വയ്ക്കാൻ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഒക്കേഷനിൽ വല്ല കുട്ടികളൊക്കെ ഇരുത്തി കൊണ്ടായാലും മതി. പക്ഷേ ഇവിടെ ഹെഡ് റൂമിന് കുഴപ്പമില്ല. ഈ ചാര് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ചെറിയ ഡ്രൈവുകളൊന്നും കുഴപ്പമുണ്ടാവില്ല. എനിക്ക് വലിയ സീനും തോന്നില്ല. പക്ഷേ തൈ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം കനിയും വേണം. ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണുള്ള ഗുണമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ബെൽറ്റുകൾ കാണാം. ഈ വണ്ടിയിലെ സ്ഥലത്തിൻ്റെ കുറവ് നമുക്ക് മാത്രമല്ല, അത് ടൊയോട്ടയ്ക്കും അറിയാം. നിങ്ങൾ നോക്കിയേ, അവരവരുടെ ആ ഒരു വാണിംഗ് ട്രയാങ്കിൾ വെച്ചാൽ നോക്കിയേ, ഇത്രയും അകത്ത് വെച്ചാണ്. വേറെ സ്ഥലമില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഈ വണ്ടി ചിൽഡ്രൻസ് ഫ്രണ്ട്ലിയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് ടെതർ ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ സീറ്റ് ബെൽറ്റിന് ഇതാ ടോപ്പ് ടെതർ. ഹൈലക്സ് പോലുള്ള വണ്ടികൾ മുൻവശം തന്നെയാണ് കയറേണ്ടത് അല്ലേ. ഇവിടെ നമുക്കൊരു വാണിംഗ് ഉണ്ട്. ദിസ് വെഹിക്കിൾ ഹാസ് ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ സിസ്റ്റം. ഡ്യൂറിങ് DPF വർക്കിംഗ് ഇൻഡിക്കേറ്റർ ലാമ്പ് ഇലിമിനേറ്റ്സ് മെസ്സേജ് ഡിസ്പ്ലേഡ്. കീപ് സേഫ് ഡിസ്റ്റൻസ് ഫ്രം ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ബിക്കോസ് ഹൈ ടെമ്പറേച്ചർ എക്സോസ്റ്റ് ഗ്യാസ് ഈസ് എമിറ്റഡ്. അതായത് 700 ഡിഗ്രിയുടെ കൂടുതൽ ചൂടും അതിനനുസരിച്ചുള്ള RPM ഉണ്ടെങ്കിലാണ് ആ DPF ക്ലീൻ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ചൂടാവെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ചൂടാവും, നമുക്കറിയാം. ഇത് മാനുവൽ സീറ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും മാനുവലാണ്. സീറ്റിൽ SRS എയർ ബാഗിൻ്റെ സിമ്പിളുണ്ട്. എയർ ബാഗ് കാണാം. പിന്നെ ഇവിടെ വലിയ പെഡലുകൾ, വലിയ ഡെഡ് പെഡൽ, വലിയ ടോട്ടൽ പെഡൽ. ഇവിടെ 360 വ്യൂ ക്യാമറ, ഡീസൽ പാർട്ടിക്കുലർ ഫിൽറ്ററിൻ്റെ റീജനറേഷൻ സിസ്റ്റമാണ്. ഓക്കെ, പിന്നെ ഇവിടെ ക്ലവറായിട്ടൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരിത്തിരി ഡീപ്പാണ്, അടച്ചു വെക്കാൻ പറ്റിയ കപ്പ് ഹോൾഡറാണ്. ഈ വണ്ടിയുടെ തീം എന്ന് പറയുന്നത് റഫ് ആൻഡ് ടഫാണ്. അതായത് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോർ പാഡിലൊക്കെ കാണാം. ഇവിടെ ഈ ഒരു പവറിൻ്റെ സ്വിച്ചിൻ്റെ ചുറ്റും നോക്കിയാൽ തന്നെ റഫ് ആൻഡ് ടഫായിട്ട് കാണാം. ഇവിടെ ആ ഒരു ബട്ടൺസൊക്കെ തന്നെയും ഇത്തിരി റിജിഡാണ്. അതായത് നമുക്ക് ഞെക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അതായത് പക്ക സോളിഡ് ആണെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഡാഷ്ബോർഡ് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഗ്രേ ഇൻസെർട്ട് കൊള്ളാം. AC വെൻറ്റുകൾ കൊള്ളാം. പിന്നെ ഇതാ ഈ തൊപ്പി പോലെ കൊടുത്തേക്കുന്നത് കൊള്ളാം. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടമാണ്. അത് പ്രാഡോയിൽ കണ്ടപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസും അതുപോലുള്ള കാര്യങ്ങളും കാണാം. അപ്പുറത്തതാ മീഡിയയുടെ കാര്യങ്ങൾ കാണാം. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഈ ഹൈലക്സിൽ 7 എയർ ബാഗ് ഉണ്ട്. 7ാമത്തെ എയർ ബാഗ് എവിടെ? നീ എയർ ബാഗാണത്. അപ്പോൾ അകത്തേക്ക് കയറണേ. അതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒരു ഇത്തിരി ഉയരമുള്ള വണ്ടിയാണ്ടേ അകത്തിരിക്കുകയാണ്. ഞാൻ സീറ്റ് കുറച്ച് താഴ്ത്തി വെച്ചു, കാരണം ക്യാമറയ്ക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഹൈലക്സിലിരിക്കുന്ന എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനഫ് ഹെഡ് റൂം, ഇനഫ് തൈ സപ്പോർട്ട് എല്ലാം കൊള്ളാം. അതായത് നല്ല ഡ്രൈവിംഗ് പോസ്റ്ററാണ്. നല്ല എർഗണോമിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പോസ്റ്ററാണ് ഇതിന്. കീ വെക്കാനായിട്ട് സ്ലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ ഗിയർ ലിവറാണ്. ഈ വലിയ ഗിയർ ലിവറും ഈ വലിയ ബട്ടൺസൊക്കെ ഗ്ലോ ഇട്ടിട്ട്, അതായത് വിൻഡർ സ്റ്റേഷനിൽ ഗ്ലോ ഇട്ട് യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ്. അത് ഇതുപോലത്തെ വണ്ടികൾക്ക് കാണാം. ഈ റഗ്ഗഡ്നെസ് നമുക്ക് ഇവിടെയും കാണാണ്ട് കേട്ടോ. റഗ്ഗഡ്നെസ് ഇവിടെയും കാണാണ്ട്. ഇത് ESPയുടെ സ്വിച്ച്, ഇത് ഹിൽ ഡിസൈൻ കൺട്രോൾ, ഇത് ഡിഫ് ലോക്ക്, ഇത് മോഡ് സെലക്ട്, ഇത് മൾട്ടി ടെറൻ സിസ്റ്റം, ഇത് ഡ്രൈവ് മോഡുകൾ. 2H 4H 4L. അത് നമ്മളാക്കുന്നത് 4Lലേക്ക് മാത്രം പുഷ് ചെയ്യണം. ഇവിടെ 2 C പോർട്ട് ഉണ്ട്. ഒരു C പോർട്ട് ഡാറ്റ, ഒരു C പോർട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇത് മാനുവൽ AC ആണ്. അതിന് മുമ്പ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ആ എൻജിൻ്റെ ക്ലാറ്ററും കേൾക്കാം അല്ലേ. ടൊയോട്ട എന്നുള്ള പേരിൽ ആ 12.3 സ്ക്രീൻ ഓണായി വന്നു. സാധാരണ ഞാനത് ചെയ്യാറില്ല, പക്ഷേ ഈ വണ്ടി ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്തേ പറ്റൂ. ഓക്കെ, ഇതിനിവിടെ തിരിച്ചോട്ട് വെക്കണം. ഈ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൻ്റെ മുകളിൽ ആ ഒരു കവറുള്ളത് നല്ലതാണ്. ഞാനൊന്ന് പിന്നാക്കാൻ പോട്ടെ. സെറ്റിങ്സ്, സിസ്റ്റം ലാംഗ്വേജ്, ഓഡിയോ, ഡിസ്പ്ലേ, സ്ക്രീൻ ലേഔട്ട്, ടൈപ്പ് 1, ടൈപ്പ് 2, 2 ടൈപ്പ് ഉണ്ട്. ഞാൻ ടൈപ്പ് 2 ആക്കി. പിന്നെ ഡിസ്പ്ലേ ടൈപ്പ് 1, ടൈപ്പ് 2 ടൈപ്പ് ആക്കിയിട്ട്. തീം എന്ന് പറയുന്നത് തീം 3 ആണ്. ഞാൻ തീം മാറ്റിയിട്ട് തീം 1 ആക്കാം. എനിവേ നീലയായി. അതാ ഭംഗി കാണാൻ. തീം 2 കൊള്ളാട്ടോ. നൈസ്.
അപ്പോൾ ഹോമിലേക്ക് പോയി നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടി. ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് വിട്ടിട്ട് കാണാം. ഇങ്ങോട്ട് നിൽക്കാമല്ലോ. ഇവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റും കാര്യങ്ങളും കാണാം. ഇനി ഇങ്ങോട്ട് നിൽക്കുക. അവിടെ ബ്ലൂടൂത്ത് ഡിസ്പ്ലേ ഓൺ ഓഫ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഫോൺ, അതല്ലെങ്കിൽ ബാക്കിലേക്ക് പോകണമെങ്കിൽ ബട്ടൺ തന്നെ പോകണം, വിച്ച് ഈസ് ഗുഡ്. പിന്നെ വെഹിക്കിളിൽ നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഈ ബട്ടൺസ് കുറച്ച് എംബോസ് ചെയ്ത് നിൽക്കുന്നത് ഗ്ലൗ ഇട്ടിട്ട് ഞെക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ ഇൻസേർട്ടുകളുണ്ട്, ലെതറായിട്ട് ഇൻസേർട്ട് ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ ഒരു മുകളിലും അല്ലെങ്കിൽ അടപ്പിൻ്റെ മുകളിൽ അത് കാണാം. പിന്നെ ഇതിന് മുകളിൽ കൊടുത്ത ഗ്രേ ഫിനിഷസ് പ്രീമിയം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ആക്സസറി മൗണ്ട്സ് ഉണ്ട്, അവിടെ ആക്സസറി മൗണ്ട്സും കാര്യങ്ങളൊക്കെ കാണാണ്ട്. പിന്നെ അതാണ് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ, ഓട്ടോ ക്ലൈമറ്റ്രോണിക്കിൻ്റെ. പക്ഷേ അതിനകത്ത് ഓട്ടോ ക്ലൈമറ്റ്രോണിക് AC അല്ല, പകരം ഇവിടെ വലിയ ഫാൻ സ്പീഡ് കണ്ടോ. ഇവിടെ ആ ഒരു സെലക്ഷൻ. എൻ്റെ ജിംനി ആൽഫയല്ല, അത് സീറ്റാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് AC കൺട്രോൾസിൻ്റെ സ്വിച്ച് കണ്ടിട്ട് ഇത് ചീപ്പാണുള്ളതാണ്. ഇപ്പം അത് പോയി. 10-40 ലക്ഷം രൂപ വില വരുന്ന ഹൈലക്സിലും അതങ്ങനെ തന്നെയാണ്. പിന്നെ എന്ത് നോക്കാനാണ്. കഴിഞ്ഞ ജനറേഷൻ ഹൈലക്സിൽ ഡുവൽ സോൺ AC ആയിരുന്നു. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇത് ഇത്ര ലളിതമാക്കിയത് അത്ര അംഗീകരിക്കാൻ പറ്റില്ല. ഈ AC വെൻറ്റുകൾ പൂർണ്ണമായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ്. ഇവിടെ ഹാസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെ കാണുമ്പോൾ ഈ ഒരു ബട്ടൺസൊക്കെ നല്ല സ്റ്റേഡിയാണ്. ഇനി ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു റിസസിലാണ് ഈ ഹാൻഡ് ബ്രേക്ക് നിൽക്കുന്നത്. അവിടെയും ആ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള കാര്യം കാണാം. ഇത് കണ്ടോ, സിബ്ബൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സംഗതി. വേണമെങ്കിൽ ഊരാനായിട്ടേ അത് കൊള്ളാം. ആവശ്യമുണ്ടെങ്കിൽ ഊരെടുക്കാൻ സിബ് ഊരിയാൽ മതി. ക്ലവറാണ്. ടൊയോട്ട എപ്പോഴും അങ്ങനെ തന്നെയാണ്, കുറേ കാര്യങ്ങളൊരു ക്ലവറാണ്. പിന്നെ ഒരു വലിയ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഗിയർ ലിവറിൻ്റെ മുകളിൽ ഇത് ഞെക്കി പിടിച്ച് വേണം ഇത് മാറാനായിട്ട്. അത് ഒബ്വിയസ് ആണല്ലോ അല്ലേ? അതെ. ഇവിടെ ഒരു മിറർ കാണാം. ആ മിററിൻ്റെ മുകളിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്, ടോൾ ടിക്കറ്റൊക്കെ വയ്ക്കാനായിട്ടേ. കണ്ടോ, ലൈറ്റൊന്നുമില്ല. ഇവിടെ 2 LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൂളിംഗ് ഗ്ലാസ് ഹോൾഡറാണ്, സൺഗ്ലാസ് ഹോൾഡറാണ്. ഇതാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡറേ കാണുള്ളൂ. ഈ മിററിനകത്ത് ഓട്ടോ ഡിമ്മിങ് ഇല്ല എന്നുള്ളത് എനിക്ക് ഒത്തിരി പോരായ്മയായിട്ട് തോന്നി. മുന്നിലായിട്ട് ഡാഷ്ബോർഡിൽ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ മീറ്റർ ക്ലസ്റ്ററിനകത്തൂടെ നമുക്ക് കൈ ഓടിച്ചാലേ ഡോർ അടയ്ക്കാം. ഡോർ അടച്ചില്ലെങ്കിൽ വേണ്ടി സമ്മതിക്കില്ല. ഓക്കെ, ഡോർ അടച്ചു. കൈ ഓടിച്ചാലേ ഇത് നമ്മൾ കൈ ഓടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കീ നമുക്ക് സെറ്റ് ചെയ്യണം നോക്കുന്നത്. ഞാൻ പിന്നെ നോ, എനിക്ക് ആവശ്യമില്ല. ഓക്കെ, ഡ്രൈവർ ചേഞ്ച് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഓപ്ഷനാണ് വാട്ടവർ. അപ്പോൾ ഇതിനകത്തുകൂടെ കൈ ഓടിച്ചാൽ നമുക്ക് കാണാം ബ്രൈറ്റ്നസ്, അതുപോലെ പാർക്കിംഗ് അസിസ്റ്റ്, അതുപോലെ വെഹിക്കിൾ സെറ്റിങ്സ്, മീറ്റർ ക്ലസ്റ്റർ. ഈ മീറ്റർ ക്ലസ്റ്റർ നമുക്ക് ഒരുപാട് വിധത്തിൽ നോക്കാൻ പറ്റില്ല, പക്ഷേ 3 വിധത്തിലാക്കാൻ പറ്റും. അതിൽ ഞാൻ മീറ്റർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ടഫാക്കിയിട്ട് വെച്ചാണ്. സ്പോർട്ടി ഉണ്ട്, സ്മാർട്ട് ഉണ്ട്, ടഫ് ഉണ്ട്. നിങ്ങൾക്ക് സ്മാർട്ട് കണ്ടോ, പിന്നെ സ്പോർട്ടി കണ്ടോ. പക്ഷേ എനിക്ക് ടഫ് മതി. ഇവിടെ ആ ഒരു ടെമ്പറേച്ചർ, അവിടെ ഒരു ഫ്യൂൽ മീറ്റർ. ഇതിൻ്റെ ടാക്കോമീറ്റർ എവിടെ? ഇതിനകത്ത് ടാക്കോമീറ്റർ ഇല്ലേ? വാട്ട് മാൻ. അതെ, അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഡയൽ ടൈപ്പ്. ടാക്കോമീറ്റർ വേണോ സ്പീഡോമീറ്റർ വേണോ? സ്പീഡോമീറ്റർ ഓൾറെഡി അവിടെ നമ്പറായിട്ട് എഴുതി കാണിക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടത് ടാക്കോമീറ്ററാണ്. ഐ കാൺ ലിവ് വിത്തൗട്ട് ടാക്കോമീറ്റർ മാൻ. 4500 ആ ഒരു റെഡ് ലൈറ്റ്. ഞാനേ പെട്ടെന്ന് ഞെട്ടി, അയ്യോ ടാക്കോമീറ്റർ ഇല്ലേന്ന്. ടാക്കോമീറ്റർ ഉണ്ട്. ആ ടാക്കോമീറ്റർ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. ഈ സ്റ്റിയറിങ്ങിൻ്റെ ബട്ടൺസ് ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല വലുപ്പത്തിലാണ്. അപ്പം നമുക്കിതൊന്നും യൂസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. ഈസി ആയിട്ട് ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെയും ക്രൂസ് കൺട്രോളിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും, അതല്ലെങ്കിൽ സ്പീഡ് ലിമിറ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ എല്ലാം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ. ഓക്കെ, ഇവിടെ മോഡുകളുണ്ട്. മോഡെന്ന് പറയുന്നത് അവിടെ റേഡിയോ അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ്. പിന്നെ വെഹിക്കിൾ മോഡിൽ നമുക്ക് എന്തൊക്കെയുള്ളത്? ഈ ഡ്രൈവ് മോഡിനകത്ത് നമുക്ക് കാണാൻ പറ്റുക നോർമൽ, സ്പോർട്ട്, ഈക്കോ, അതുപോലെ MTS എന്ന് പറയുമ്പോൾ മൾട്ടി ടെറൈൻ സെലക്ടറാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി 4 ലോ ആക്കണം. 4 ലോ ആക്കട്ടെ. ഞാനിപ്പോൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്ന ഉറപ്പാണ്. വിച്ച് ഈസ് ഫൈൻ. നിങ്ങൾക്ക് തെറി വിളിക്കാം, നിങ്ങൾക്ക് ചീത്ത പറയാം, അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളാണല്ലോ നമ്മുടെ വളർച്ചയിൽ കൂടേണ്ടത്. വളർന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റും. അതായത് ഈ ഹൈലക്സിൽ എല്ലാം പ്യുവർ മാനുവലാണ്, ഗിയർ ബോക്സ് ഒഴിച്ച്. ഓക്കെ, ഗിയർ ബോക്സ് മാനുവലല്ല, ഓട്ടോമാറ്റിക്കാണ്. കണ്ടോ ഈ ഒരു ലിവറിൻ്റെ വലിപ്പം. സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് നമുക്ക് ഫാബ്രിക്കാണ്, വേണമെങ്കിൽ കഴുകിയെടുക്കാം. അതുപോലെ ഫ്ലോർ ബോർഡൊക്കെ വാട്ടർ അടിച്ച് കഴിക്കാനും കുഴപ്പമില്ല. അപ്പോൾ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞാൽ, യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഹൈലക്സ് പോലുള്ള വണ്ടികളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലക്സിന് ആ ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് യൂട്ടിലിറ്റേറിയൻ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാം യൂട്ടിലിറ്റിയാണ്. യു ക്യാൻ സീ മോർ യൂട്ടിലിറ്റി. ഹൈലക്സ് ഓടിച്ചുകൊണ്ട് പോവാണ്. 2.8 ലിറ്റർ എഞ്ചിനുള്ള 4 സിലിണ്ടർ ഡീസൽ ഹൈലക്സ് ഓടിക്കുകയാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ഇത് ഡ്രൈവ് മോഡാണ്. വി ക്യാൻ പുട്ട് സ്പോർട്സ് മോഡ്. എന്നാൽ നമുക്ക് ഗിയർ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 4ാമത്തെ ഗിയറിൽ നമ്മൾ ആ ഫോർച്യൂണർ ചാമ്പാണ്. അതായത് ഇവർ പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ട് നല്ല കുറേ റോട്ടുകളിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല റോട്ടിലൂടെ വണ്ടി ഓടിക്കും. നമ്മൾ ബോണറ്റ് കണ്ടുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ താഴത്താണ് ഇരിക്കുന്നത്. ഐ മീൻ സീറ്റ് ഏറ്റവും മുകളിലല്ല. കാരണം എനിക്ക് നിങ്ങളെല്ലാം കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്.
മിററുകൾ വലുതാണ് ഹാൻഡിനോട് തിരിയാം ഓഫ് റോഡ് ചെയ്യുമ്പോൾ. പിന്നെ ഫോർച്യൂണർ അല്ലെങ്കിൽ ഹൈലക്സ് അല്ലെങ്കിൽ ക്രിസ്റ്റ ഇതൊക്കെ സെയിം പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലാഡർ ഫ്രെയിം ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ലാഡർ ഫ്രെയിം എന്ന് പറയുന്നത് റോബസ്റ്റാണ്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാനും ട്രക്കുകൾ എല്ലാം മിക്കവാറൊക്കെ ലാഡർ ഫ്രെയിം ആയിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ റോബസ്റ്റ്നെസ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഫോർച്യൂണറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ റൈഡ് ക്വാളിറ്റി വലിയ ക്യാമൊന്നുമല്ല. അതുപോലെ ലെജൻഡറിൻ്റെ ആണെങ്കിലും ഹൈലക്സിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഈവൻ ക്രിസ്റ്റയുടെ മാത്രം സംഭവം ദേ മാനേജർ അതിൻ്റെ ഒരു കാര്യം എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ സസ്പെൻഷനും ഇതിൻ്റെ ലീഫ് അതിൻ്റെ സ്പ്രിംഗ് ആണ്. ഞാൻ ടൊയോട്ട ഫോർച്യൂണറും ക്രിസ്റ്റയും കൂട്ടിയുള്ള കണക്കൂട്ടിലാണ്. അതിൻ്റെ ഒരു സസ്പെൻഷൻ തമ്മിൽ അവർ ചെയ്തപ്പോൾ അത് MPV ആക്കാൻ വേണ്ടി അതിൻ്റെ MPVനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ ആ സസ്പെൻഷൻ ട്യൂൺ ചെയ്തു. അത് പ്രശംസ അറിയിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഫോർച്യൂണറിന് കുറച്ചുകൂടി ചാട്ടം കൂടുതലാണ്. അപ്പോൾ ഇതിന് കുറേയധികം സസ്പെൻഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് പല ആളുകളും പല കമ്പനികളുടെയും സസ്പെൻഷനൊക്കെ വാങ്ങിയിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നു, റൈഡ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നു, വീല് വലുതാക്കുന്നു, അങ്ങനെ പല സാഹസിക കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ഫോർച്യൂണറിലാണെങ്കിലും അതല്ല ഈ ഹൈലക്സിലാണെങ്കിലും. ഇപ്പോൾ ഹൈലക്സിൻ്റെ ബാക്കിലെ ലീഫ് സ്വിങ് മാറ്റാതിരിക്കാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് ട്രക്കാണ്. ട്രക്കിനകത്ത് ലോഡിങ് കപ്പാസിറ്റി കൂടുതൽ വേണം. ഇത് 1 ടണ്ണ് ലോഡ് കയറുന്ന വണ്ടിയാണ്. 3000 കിലോ, അതായത് 3 ടണ്ണോളം ടോവിങ് കപ്പാസിറ്റി ഉണ്ട്. ടോ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെന്ന് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യത്തിലധികം റോബസ്റ്റ്നെസ്സും റഫ്നെസ്സും ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ചാട്ടം കൂടുതലാണെന്നൊക്കെ പറയുമെങ്കിലും ഒരു പിക്കപ്പ് ട്രക്ക് എന്ന നിലയ്ക്ക് എനിക്ക് ഫോർച്യൂണറിനേക്കാളും ഒരു ഇത്തിരി കൂടി രസം ഓടിക്കാനായിട്ട് ഈ ഹൈലക്സിനാണ്. കാരണം ഹൈലക്സിൻ്റെ ചാട്ടം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ഈ ഹൈലക്സിൻ്റെ ചാട്ടം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓടിക്കുന്നത് ഒരു ട്രക്കാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു അനുഭവിക്കലാണ്. അല്ലാണ്ട് ഒരു ലക്ഷറി SUV അകത്ത് കയറിയിട്ട് ചാടുന്ന പോലെയല്ല. ഇതിൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യ ജനറേഷൻ മുതൽ ഇങ്ങോട്ട് പലതരം ഹൈലക്സുകളുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഹൈലക്സ് ഓടിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. മാർക്കറ്റിൽ പോകാനായിട്ട് ഹൈലക്സ് കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ടാവാം. എൻ്റെ ചില സുഹൃത്തുക്കളുടെ വണ്ടി ദുബായിലോ സൗദിയിലോ ഹൈലക്സുകളാണ്. പല ഹൈലക്സുകളുണ്ട്. അതായത് ഹൈലക്സിൻ്റെ പല മോഡലുകളുണ്ട്. ഇത് ഡബിൾ ക്യാബിൻ പിക്കപ്പ് എന്നാണ് ഇന്ത്യയിലത്തെ ഈ വേർഷൻ അവർ പറയുന്നത്. ഇത് കേരളത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയെന്ന് പറയുന്നത്. ആ ബുദ്ധിമുട്ട് ബേസ് മോഡൽ മാത്രമല്ല, ടോപ്പ് എൻഡ് ഇല്ല എന്നും പറയുന്നുണ്ട്. കാരണം ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് മാറുമ്പോൾ ടാക്സ് ബ്രാക്കറ്റ് മാറുമ്പോൾ അത് ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് എത്തുന്നതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ബേസ് മോഡലിൻ്റെ അവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ബേസ് മോഡൽ രജിസ്റ്റർ ചെയ്യാൻ പ്രൈവറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും 2x4 ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ വണ്ടിയുടെ 2ാം ജനറേഷനും 3ാം ജനറേഷനും 4ാം ജനറേഷനും 5ാം ജനറേഷനും 6ാം ജനറേഷനും ഒക്കെ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് കിട്ടിയേക്കുന്നത് ഇതിൻ്റെ 8ാം ജനറേഷനാണ്. 8ാം ജനറേഷൻ ഇന്ത്യക്ക് കിട്ടി. 8ാം ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കേവലം ഒരു ഫോർച്യൂണറിൻ്റെ ഫ്രണ്ട് എടുത്ത് വെച്ച ഒരു വണ്ടിയായിട്ട് ഇറക്കാതെ അവരതിനൊരു സ്പെഷ്യൽ ഒരു ഫേസൊക്കെ കൊടുത്ത് അത് കാണാനായിട്ട് ഒരു കൗതുകമാക്കി മാച്ചോ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ മാച്ചോനെസ് ഈ ഒരു മോഡലിൽ ഉണ്ടോ വെച്ചാൽ ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു വണ്ടി ഒരിത്തിരി ഗേളിയാണ്, ഒരിത്തിരി ഒരു ഫെമിനിൻ ആയിട്ടുള്ള ടച്ചാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ടീം BHPയിലെ ആദിത്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിയോട് സംസാരിക്കായിരുന്നു. ആ പുള്ളി എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഫ്രണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ മിക്സഡ് ഒപ്പീനിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലുക്സ് ആർ സബ്ജക്റ്റീവ്. ലുക്സ് എന്ന് പറയുന്നത് ഹീറോ സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ടെക്നോളജി. ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഈ ഒരു ഹീറോയുടെ സംഗതി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ജയ്പൂരിൽ സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അതായത് ടൗണിലാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. ഇത് ടൗണിൽ നിന്ന്, അതായത് എയർപോർട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽസ് കാണാമെന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ജയ്പൂർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഹൈലക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇതിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കിയ സ്പോട്ടിലേക്ക് മനസ്സിലായത് ഇത്രയും വെയിറ്റുള്ള ബോണറ്റിന് ഒരു ബോണസ് സ്ട്രട്ട് കൊടുക്കേണ്ടതായിരുന്നാണ്. അത് അവർ കൊടുത്തിട്ടില്ല. അതുപോലെ ആ സ്റ്റെപ്പ്, അതിൻ്റെ ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതായത് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പാണ്, പക്ഷേ വണ്ടി തുറന്നാൽ അതിനകത്ത് ആക്സസ് ഇല്ല. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് പിന്നിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ 2 കാര്യങ്ങളാണ് നിൽക്കട്ടെ. എനിക്ക് അലോയ് വീൽ ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു. ആ അലോയ് വീൽ എന്ന് ഞാൻ പറയുന്നില്ല, വീൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സ്റ്റീൽ മിക്സ് ഒക്കെ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ വീല് ഓൾട്ടറിൻ ടയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഏതൊരു ഓഫ് റോഡിലും എടുത്തിട്ട് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവർ കാണിച്ച ഓഫ് റോഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് ക്യൂറേറ്ററാണ്. അത് ഈ വണ്ടിക്ക് വേണ്ടി ക്യൂറേറ്ററാണ്. സ്റ്റിൽ ഒരു ലീഫ് സ്പ്രിങ്ങിൻ്റെതായിട്ടുള്ള ഒരു ആർട്ടിക്കുലേഷൻ കൂടുതലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗുണമായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ് ഈ ഹൈലക്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഹൈലക്സ് എന്ന് പറയുന്ന വണ്ടി അത്ര ജനപ്രിയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെയാണ് മാരുതി ഡ്രൈവ് ഉണ്ടാകുന്നത്, ലീല പാലസ്. ഓക്കെ, അതായത് നമ്മൾ ഓടിക്കുന്ന വണ്ടി ഹൈലക്സ് ആണ് എന്നുള്ളത് നമുക്ക് ഒരു ഗമ
കിട്ടും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ഡെയിലി യൂസിന് വരയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ടായിരിക്കില്ല ആളുകൾ ഹൈലക്സ് മേടിക്കുന്നത് ചാടുന്നുണ്ടോ. അപ്പോൾ ഈ വണ്ടി ഒരു ഓഫ് റോഡ് യൂസിന് വേണ്ടി വാങ്ങുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കൊരു വണ്ടി വേണം, അതിൽ 4 സീറ്റുകളുണ്ട്, ഓക്കെ, ഒരു ബെഡുമുണ്ട്. എനിക്കറിയാം ചില സുഹൃത്തുക്കളുണ്ട്, ഒരു ബൈക്ക് റേസേഴ്സാണ്, ഒരു ബൈക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഹൈലക്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് ആർട്ടിഒ ബുക്കിയോട് നിർത്തി, കാരണം പിന്നെ പുറത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇതിന് 1 ടൺ വെയിറ്റ് ഒക്കെ കാര്യൻ പറ്റുമെങ്കിലും ഇതിൻ്റെ ബെഡിൻ്റെ സൈസിൽ ഒരു ബൈക്ക് മുഴുവനായിട്ട് നിൽക്കില്ല, അതിന് കുറച്ച് പിന്നാക്കം നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹൈ റിവ്യൂ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർപ്പസ് ഇപ്പോൾ ഹൈലക്സ് സെർവ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അവർക്ക് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് ഹൈലക്സ് വന്നത് ഈ ഹൈലക്സിനുള്ള ഒരു റിലയബിലിറ്റി ഫാക്ടറിലാണ്. ഇത് കാലാകാലം കിടന്ന് ഓടും. ഞാനൊരു സുഹൃത്തിനോട് സംസാരിക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ പേരുകളൊന്നും ഞാൻ പറയാത്ത എല്ലാവരും നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. അവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിച്ച് അത് തലമുറകൾക്ക് കൈമാറണമെങ്കിൽ ഒരു ഹൈലക്സ് മേടിച്ചാൽ മതി. അതായത് ഇത് നിങ്ങളുടെ മകനും നിങ്ങളുടെ കൊച്ചുമോനും അവരുടെ മകനും ഒക്കെ കൈമാറാം. ഈ ടൈംലെസ് എന്ന് പറയുന്നത് ടെക്നോളജികളുടെ കുറവ് കൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. ഇപ്പോൾ നമുക്കറിയാം AC ക്ലൈമട്രോണിക് AC കൺട്രോൾസ് ഇല്ല, അതുപോലെ കുറേ അധികം ഗിമ്മിക്സ് ഇല്ല, അഡാസ് ലെവൽ 2 ഇല്ല, അതുപോലെ കുറേ കാര്യങ്ങൾ HUD ഡിസ്പ്ലേ ഇല്ല. ഈ സംഗതികൾ അതുപോലെ വലിയ സ്ക്രീനുകളിനകത്ത് ആൻഡ്രോയിഡ് കുത്തി നിറച്ചിട്ടില്ല. ഇതൊക്കെ കാലകാലം കൊണ്ടേ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്കറിയാം ഇതിൻ്റെ ഒരു പഞ്ചങ്ങ് തീരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെൻഡങ്ങ് തീരും. പിന്നെ ഇത് പഴയതാണ്. ഇപ്പം നമുക്ക് ഒരു 10 വർഷം മുമ്പുള്ള ഒരു 15 വർഷം മുമ്പുള്ള വണ്ടികൾ വേണ്ട, ഒരു 10-8 വർഷം മുമ്പുള്ള ഒരു മെഴ്സീഡസ് ബെൻസിൻ്റെ സ്ക്രീനും ഇന്നത്തെ MBUX കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തുമാത്രം ഔട്ട്ഡേറ്റഡ് ആണ്, എന്തുമാത്രം പഴയതാണ്. സ്റ്റിൽ മൊബൈലിൻ്റെ കേസാണ്. അപ്പോൾ ഈ സംഗതികളുടെയൊക്കെ കുറവാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ആ കുറവ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും. അതായത് ഇല്ലായ്മയാണ് ഇതിൻ്റെ ഉള്ളത് എന്ന് പറയില്ലേ, അതുപോലെ അത് കാലാകാലം കിടക്കുമ്പോൾ ഈ AC കൺട്രോൾസ് ഇതിന് എന്ത് വരാനാണ്, എത്ര വർഷം കഴിഞ്ഞാൽ ഇതിനൊന്നും വരില്ല. അതുപോലെ ഈ ഒരു കൺട്രോൾസ് വന്നാലും നോബങ്ങ് മാറ്റിയ പ്രശ്നം തീർന്ന്, അത്രേ ഉള്ളൂ കാര്യം. അത്ര സിമ്പിളാണ് കാര്യങ്ങൾ. അതുപോലെ ബട്ടൺസിൻ്റെ വലിപ്പം, അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൈസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ഒരു വലിപ്പത്തിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഈ പറഞ്ഞത് ജിബ് ജാബറിഷാണോ നോക്കാം. എന്തായാലും ഹൈലക്സ് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യയിലേക്ക് അവർ ഇലക്ട്രിക് ഹൈലക്സ് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനും ഇറങ്ങിയിട്ടുണ്ട് പുറത്തെ സ്ഥലങ്ങളിൽ. അതുപോലെ ഇത് ഓസ്ട്രേലിയ പോലുള്ള കൺട്രികളിൽ വന്നിട്ട് മാസങ്ങളായിരിക്കുന്നു. ഇന്ത്യക്ക് വരാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് വൈകിട്ടാണ് വന്നതെങ്കിലും ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വരവ് അറിയിച്ചിട്ടുണ്ട് എന്നാക്കി തോന്നിയത്. അതായത് ഒരു രസകരമായിട്ടുള്ള ഒരു വണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്നല്ല പറയുന്നത്. എനിക്കിത് വേണം എന്ന് തോന്നുന്ന ഒരു വണ്ടിയാണ് ഹൈലക്സ്. ഹൈലക്സ് കണ്ടാൽ ഓക്കെ എനിക്ക് ഈ വണ്ടി വേണമെന്ന് തോന്നാത്ത എന്തൂസിയാസ്റ്റുകളുണ്ടോ, അതല്ലെങ്കിൽ വാഹന പ്രേമികളുണ്ടോ, എനിക്ക് തോന്നുന്നില്ല. ഇതേ കാര്യം ഞാൻ ജിമ്മിനെ കുറിച്ച് പറയാറുണ്ട്, അതിന് ആളുകൾ തന്നെ പൊങ്കാറാറുണ്ട്. അത് ആളുകൾക്ക് വണ്ടിയുടെ വാല്യൂവിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും അത് എനിക്ക് നാവിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്, ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. ഈവൻ താറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ താർ വാങ്ങുന്നതിനാ ഷേപ്പും അല്ലെങ്കിൽ ആ ഒരു ലുക്കിനും വേണ്ടിയിട്ടാണ്. ആ ഒരു സംഗതി കുറച്ചുകൂടി പ്രീമിയമായിട്ട് വാങ്ങണമെങ്കിൽ ഹൈലക്സിൻ്റെ 2 വീൽ ഡ്രൈവ് കൊണ്ട് നടക്കുമെന്നുള്ളതാണ്. താറ് കൊണ്ട് എന്താണോ മഹീന്ദ്ര ചെയ്തത് അതാണ് ഹൈലക്സിനോട് ടൊയോട്ട ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്കും ഈ വണ്ടി സാധാരണക്കാരിലേക്കും അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്കും എത്തിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവിന് കൊടുത്തത്. അതല്ലെങ്കിൽ മുമ്പത്തെ പോലെ ഓക്കെ അതൊരു റുഡിമെൻ്ററി വണ്ടിയാണ്, യൂസിന് വേണ്ടി മാത്രം വാങ്ങിയാൽ മതി, വാങ്ങുന്ന ഒരു മാനുവൽ മാത്രം വാങ്ങുന്നത് ഓട്ടോമാറ്റിക് വാങ്ങണ്ട എന്നൊക്കെ കണക്ക് കൂട്ടിയിരുന്നൊരു ടൊയോട്ട ഇപ്പോൾ അത് മാറ്റിയിട്ട് എന്നാൽ പിന്നെ ഓട്ടോമാറ്റിക്കും കൊടുത്തേക്കാൻ തീരുമാനിക്കുന്നതായിരിക്കും. കാരണം ഇതാണ് കാരണം അതായത് വണ്ടി വാങ്ങുന്ന ആളുകൾക്ക് ചുമ്മാ ഷോ കാണിക്കാൻ കൂടി ഇത് യൂസ് ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഹൈലക്സ് മേടിക്കുമോ അതോ ഫോർച്യൂണർ മേടിക്കുമോ? ഞാനിപ്പോൾ ഹൈലക്സ് എന്ന് പറയും. കാരണം എനിക്ക് ഫോർച്യൂണറിൻ്റെ ഒരു യൂസ് കേസ് 6-7 സീറ്റിന് ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി ആവശ്യം എന്ന് പറയുന്നത് 2 സീറ്റും ഒരു കുട്ടി സീറ്റാണ്. കുറച്ച് വലുതായ ഒരു കുറച്ചുകൂടി വലിയ സീറ്റ് ആയിക്കോളും. ഓക്കെ, അത് ഈ ഒരു കാര്യത്തിൽ കുറച്ച് ഗുണമുള്ള കാര്യമാണ്. എനിക്കൊരു ഒത്തിരി റിക്ലൈൻ ആംഗിൾ കൂടുതൽ വേണമെന്നുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്ക് സീറ്റിൽ. അത് ഇസുസു വീക്രോസിനാണ് ഇത്തിരി കൂടുതലുള്ളത്. പക്ഷേ പിക്കപ്പുകളൊക്കെ തന്നെയും ബാക്ക് സീറ്റ് അങ്ങനെയാണ്. കാരണം അവിടെ ഒരു വെർട്ടിക്കൽ വിൻഡോ ആണ് വരുന്നത്. ആ വിൻഡോയും സീറ്റും തമ്മിൽ ഭയങ്കര അടുപ്പാണ്. അവർ അഗാധമായ പ്രണയത്തിലാണ്, ഒരു ഗ്യാപ്പ് പോലില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വൈപ്പർ കൊടുത്തുകൂടെ എന്ന് ചോദിക്കില്ലേ? വൈപ്പർ എന്തിനാ? ഒക്കെ ഫാൻസിയാണ്. ഞാൻ എല്ലാം ഫാൻസി ആയിട്ടുള്ള ഒന്നും തന്നെ ടൊയോട്ട ഹൈലക്സ് കാണാൻ പറ്റില്ല. അതിനകത്ത് ഫാൻസിനെസ് ഇല്ലാത്തൊരു വണ്ടിയാണ് ഹൈലക്സ്. ഇത് ഫാൻസി ആയിട്ട് ഒന്നുമില്ലാത്തൊരു വണ്ടിയാണ് ഹൈലക്സ്. അതാണ് ഇതിൻ്റെ ഫാൻസി എന്ന് പറയുന്നത് അല്ലേ? ഈ കപ്പ് ഹോൾഡറൊക്കെ ഇതെന്ത് ക്ലവറാ, അത് തുറന്നങ്ങ് പോയി. ഓക്കെ, പ്ലാസ്റ്റിക് ആണ്, സ്പ്രിംഗ് ആക്ഷൻ ആണ്, അതിനകത്ത് ഇലക്ട്രോണിക് ആയിട്ടൊന്നുമില്ല. അതുപോലെ പ്യുവർ മെക്കാനിക്കൽ കാറാണിത്, പ്യുവർ മെക്കാനിക്കൽ പിക്കപ്പാണിത്, പ്യുവർ മെക്കാനിക്കൽ SUV ആണിത്, എന്താണ് വിളിച്ചോ. പക്ഷേ ഈ വണ്ടിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് മെക്കാനിക്കലാണ് എന്നുള്ളത് തന്നെയാണ്. ഈ 6 സ്പീഡ് ഗിയർ ബോക്സ് ഞാനിപ്പോൾ S4 ഓടിച്ചുകൊണ്ടിരുന്നത്. S ഇടാൻ കാരണം ഗിയർ ഷിഫ്റ്റ് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. അപ്പോൾ S4 ഓടിക്കാൻ കാല് കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ കയറി പോകുന്നുണ്ട്. അത് ടോർക്ക് കൊണ്ടാണ്. ഈ വണ്ടിക്ക് മികച്ച ടോർക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു 2.8 എന്ന് പറയുന്ന വണ്ടിക്ക് ട്രെയിനിനെ പിടിച്ച് വലിക്കാനുള്ള അത്രയും ടോർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് പുള്ളിയിൽ നിന്ന് അങ്ങനെയാണ്. ഇത് അതിന് മാത്രം പുള്ളി. ഇപ്പം നമ്മൾ കാല് കൊടുത്താൽ ഇൻ ഗിയർ ആക്സിലേഷൻ ഞാൻ പറഞ്ഞു, 4ാമത്തെ ഗിയർ മാറിയിട്ടില്ല, 4ാമത്തെ ഗിയർ തന്നെയാണ് ഇത് കയറി പോകുന്നുണ്ടാവും.
അപ്പോൾ ഈ ഒരു പുള്ളിൻ്റെ ഫീൽ നമുക്ക് ഡീസലിൽ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പ്രാഡോ അതല്ലെങ്കിൽ ഫോർറണ്ണർ അതല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ ഒക്കെ 4 സിലിണ്ടർ ഹൈബ്രിഡൊക്കെ വന്നിട്ട് പുറത്ത്. അതുപോലെ ഹൈബ്രിഡുകളും പെട്രോളൊക്കെ ആയിട്ടുണ്ട്, പെട്രോളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പുള്ളാണ്. ഈ പുള്ള് കണ്ടോ, 4ാമത്തെ ഗിയർ അവൻ ഷിഫ്റ്റ് ചെയ്തില്ല എന്നാണ് സ്പോർട്സ് മോഡിൽ. അതായത് അതേ ഗിയറിൽ ആ മിഡ് റേഞ്ചിൽ അങ്ങ് കയറി പോവാണ്. ലോ എൻഡും മിഡ് റേഞ്ചുമാണ് ഡീസൽ എഞ്ചിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അറിയാലോ. അത് ഈ ഒരു ഹൈലക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എടുത്തെടുത്ത് കിട്ടും. അതായത് കാല് കൊടുത്താൽ കുതിരി കയറി പോവും. ഇന്നലെ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചിലപ്പോൾ പറഞ്ഞതന്നെ ഫോർച്യൂണറിൻ്റെ പോലെ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ ആക്കാമെന്ന്. പക്ഷേ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ്റെ ആവശ്യമില്ല ഇതിന്. ഇത് ഒരിത്തിരി ലോഡ് ക്യാരിയിങ് വണ്ടിയാണ്, ഒരിത്തിരി ഓഫ് റോഡറാണ്, ഒരിത്തിരി നല്ല ഓഫ് റോഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതിന് ലീഫ് സ്പ്രിംഗ് ആണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ സ്ക്രീനകത്ത് കാര്യമായിട്ട് ഒന്നും കുത്തി നിറച്ചില്ല എന്നുള്ളതിന് വലിയ കാര്യമാണ്. അതായത് നമുക്ക് ഇതിനകത്ത് പറയാൻ അധികമില്ല എന്നുള്ള ആദ്യത്തെ കാര്യം. അതുമാത്രമല്ല, അതിനകത്ത് ചെറിയ സ്ക്രീനും ചെറിയ ഓപ്ഷൻസും ആയതുകൊണ്ട് ഇപ്പോൾ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ ആണെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെയും ആപ്പിളിൻ്റെയും കടമയാണ്. അതിനകത്ത് ടൊയോട്ടയ്ക്കൊന്നും ചെയ്യില്ല. കാരണം ടൊയോട്ടയ്ക്ക് അത് രണ്ടിനകത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ബേസിക് സ്ക്രീനാണ്, ഇതിനകത്ത് ഒന്നുമില്ല. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും ഇതേ ബേസിക് സ്ക്രീനാണ്. ഇത് 10 വർഷം മുന്നേ കൊടുത്താലും ഇതേ ബേസിക് സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ടൈംലെസ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി മാറിയിട്ട് വല്ല ക്രിസ്റ്റൽ ഡിസ്പ്ലേയോ അതല്ലെങ്കിൽ ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് വായുവിൽ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ ആയി മാറിയാലുള്ളൂ. അതല്ലെങ്കിൽ ഇത് അന്നും ഇന്നും ഒക്കെ ടൈംലെസ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അതൊക്കെയാണ് ക്ലെവർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് കുത്തിയറിച്ചു അല്ലെങ്കിൽ കുറേ അധികം ആപ്പുകൾ കുത്തിയറിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൻ്റെ ഒരു റെസ്പോൺസ് മാറിയിരുന്നു, അല്ലെങ്കിൽ ഇൻഡ്യൂറ്റീവ് അല്ല, അന്നത്തെ കാലത്തുള്ള പോലെ ഇന്നത്തെ കാലത്ത് ഇൻഡ്യൂറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മാറ്റാം. മാനുവൽ ഷിഫ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇൻഡ്യൂറ്റീവ് ആട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഫോർ എ ടോർക്ക് കൺവെർട്ടർ, ഇത് ടോർക്ക് കൺവെർട്ടർ ആണല്ലോ. ഈ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഞാൻ ആ ഓഫ് റോഡ് ചെയ്തപ്പോൾ കണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പല ഒബ്സ്റ്റിക്കിളിലും ത്രോട്ടിൽ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് ഇതിൻ്റെ ഒരു മാരകമായിട്ടുള്ള ടോർക്ക് കാരണേ ടോർക്ക് കൺവെർട്ടർ ഇങ്ങനെ വണ്ടീനെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റോപ്പായി നിൽക്കുന്നത്. അത് വണ്ടി പറയുന്നുണ്ട് എന്നൊന്ന് വിടാ എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ ടോർക്ക് കൺവെർട്ടറിൽ അത്രയും ടോർക്ക് വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഏതൊരു ഒബ്സ്റ്റിക്കിൾ ആണെങ്കിലും ഏതൊരു സംഗതി ആണെങ്കിലും ആ വണ്ടിക്ക് സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്നുള്ളതേ അതെനിക്ക് ഒരിത്തിരി ഗുണമായിട്ട് തോന്നിയ കാര്യമാണ്. കാരണം ഡീസലിൻ്റെ ബെനിഫിറ്റ് വയ്യ, അതായത് ഡീസലാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോയിന്റ്. ഡീസലിൽ നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ അവർ എഞ്ചിൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മര്യാദയ്ക്ക് ഓയിലൊക്കെ മാറി കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ വണ്ടി ഉണ്ടല്ലോ. സാധാരണ മീഡിയ ഡ്രൈവുകളിൽ വണ്ടി ഒന്ന് വിടും, നമ്മൾ ഇഷ്ടത്തിൽ പോയിട്ട് പോകാമെന്ന് പറയും. ഇവർ ഒരു കോൺവോയ് വയ്ക്കും, നല്ലതാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ ബാച്ചൊക്കെ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. ടൊയോട്ട വണ്ടികൾ പോലെ തന്നെയാണ്, ടൊയോട്ടയുടെ സർവീസൊക്കെ പോലെ തന്നെയാണ് ടൊയോട്ടയുടെ ഈ ഒരു മീഡിയ ഡ്രൈവ് സിസ്റ്റമാറ്റിക് ആയിരുന്നു. അത് നല്ലതാണ്. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മൾ മിക്കവാറൊക്കെ ഒറ്റയ്ക്കാണ് ഷൂട്ടിന് വരിക, 1 man ഷോ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഷൂട്ടിന് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും നിർത്തി ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സേഫ്റ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് ഹിന്ദി അറിയില്ല, ക്യാ വയ്യ എന്ന് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഡ്രൈവറോട് കിതർസേ വയ്യ അല്ലെങ്കിൽ കിതറേ വയ്യ എന്ന് മാത്രമേ നമുക്ക് ആ ഹിന്ദി ആയിട്ടുള്ള അറിയുള്ളൂ. ഹിന്ദി അറിയില്ല എന്ന് പറയുന്നത് പ്രൗഡോട് കൂടി തന്നെ കേട്ടോ. കാരണം ഹിന്ദി എന്ന് പറയുന്നത് ദേശീയ ഭാഷയാണ്, പഠിക്കേണ്ടതുണ്ട്, പക്ഷേ അത് ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി പാർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് ഉണ്ടാവും തോന്നിയാൽ അവർ വരും, വന്നില്ലെങ്കിൽ വിളിക്കാം, ഫോണൊന്നും വേണ്ട കേട്ടാ. ഹലോ ഞാൻ നേരത്തെ ചാനൽ മാറ്റിയില്ലേ, ചാനൽ മാറ്റിയതൊക്കെ. അപ്പോൾ ചാനൽ ടെസ്റ്റ് ചെയ്യണേ, 3 ആണോ 4 ആണോ കേക്കിട്ടോ വെച്ചിട്ടേ കൊള്ളാം. വാവ്, ഇന്ത്യയുടെ ഭംഗി, ഇന്ത്യയുടെ മനോഹാരിത മലകളിലും കുന്നുകളിലുമാണ് എന്നാ പറയാം. ഒന്ന് കാല് കൊടുത്ത് ഓടിക്കണം എന്നുണ്ട്. ഓക്കെ 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 പുള്ളി പേടിക്കണവും. അതായത് 2 ടണ്ണാണ് ഈ പറന്ന് വരുന്നത്. ഇതെങ്ങാനും ചവിട്ടിയിട്ട് കിട്ടില്ലാത്ത അവസ്ഥ തോന്നി. പക്ഷേ നല്ല ബ്രേക്സ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് തിരിച്ചു വരാണ്, വണ്ടിയുടെ റിവ്യൂവിലേക്ക് കിടക്കാം. ഇതോടുകൂടി പരിപാടി നമുക്ക് അവസാനിക്കാം കേട്ടോ. ഈ റിവ്യൂ ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളെന്നെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആളുകളിലേക്ക് ആകർഷിക്കുന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഓടിക്കാൻ എങ്ങനെ വെച്ചാലേ ഇതിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര ഹെവിയാണ്.
അതായത് ഇന്നത്തെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താറോക്സ് ഒക്കെ കമ്പയർ ആണെങ്കിൽ ഇത് തീർത്തും ഹെവിയാണ്, നല്ല ഹെവിയാണ്. ആ ഹെവിനെസ് പക്ഷേ നമുക്ക് ഈ വണ്ടിയുടെ ഒരു യൂസ് കേസിൽ ഗുണമായിട്ട് പല സ്ഥലത്തും ഭാവിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പരാതി എടുത്തും പറയാനില്ല. പക്ഷേ ഇൻഫാക്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒരു ഹെവിയാണ്. അതുപോലെ ബ്രേക്കിനൊരു സ്പോഞ്ചിനെസ്സും ഉണ്ട്. ഈ സ്പോഞ്ചിനെസ് എന്ന് പറയുമ്പോൾ ചവിട്ടുമ്പോഴേ പെഡൽ കുറച്ച് കയറിയിട്ട് ശേഷം വണ്ടിയുടെ ഒരു പിടുത്തം കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒരു ഹെവിയാണ്, ഇതിൻ്റെ ബ്രേക്ക് ഒരു ഇത്തിരി സ്പോഞ്ചിയാണ്. ഓക്കെ. പിന്നെ സസ്പെൻഷൻ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ്. കുണ്ടും കുഴിയുമെന്നല്ല, മല കൊണ്ടുപോയി ചാടിച്ചാൽ ഇതിനകത്തൊന്നും പറ്റില്ല. നിങ്ങൾ നമ്മുടെ ജെർമി ക്ലാർക്സൺ ഇല്ലേ, നമ്മുടെ ടോപ്പ് ഗിയറിലെ, അദ്ദേഹത്തിൻ്റെ കില്ലിങ് എ ഹൈലക്സ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അതാണ് ഹൈലക്സിനെ കുറിച്ച് പറയാനുള്ളത്. എന്ത് കാണിച്ചാലും വണ്ടി ചാട്ടാവും. അതായത് മുറിച്ചിട്ട മുറി കൂടുന്ന ഒരു വണ്ടിയാണ് ഹൈലക്സ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിലയബിലിറ്റിയും റിഫൈൻമെൻറ്റും പേടിക്കണ്ട, അതുപോലെ ഇതിൻ്റെ റിലയബിലിറ്റിയും ഇതിൻ്റെ ലോങ്ങിവിറ്റിയും പേടിക്കണ്ട. ഇതുകൊണ്ട് എന്ത് വേണേൽ കാണിക്കാം, അങ്ങനെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് റോബസ്റ്റ് സസ്പെൻഷൻ ആണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഇതിൻ്റെ സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്, ഡബിൾ വിഷ്ബോണും പാരബോളിക് ലീഫും ബാക്കിൽ. ആ സസ്പെൻഷൻ വെച്ച് ഈ വണ്ടി കൊണ്ട് നമുക്ക് എന്തും കാണിക്കാം. ഓക്കെ. അപ്പോൾ ബ്രേക്സ്, സ്റ്റിയറിങ്, സസ്പെൻഷൻ. ഇനി ഹാൻഡ്ലിംഗ് പാർട്ട് എന്ന് പറയുന്നത് സസ്പെൻഷൻ്റെ കൂടെ പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ലീഫ് സ്വിങ്ങും ബാക്കിൽ ഡ്രം ബ്രേക്കുള്ള വണ്ടികൾ നമുക്കറിയാം. മഹീന്ദ്രയുടെ വണ്ടികൾ, ബൊലേറോ ഒക്കെ ചവിട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞിക്കണ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ടൊയോട്ട എന്ന് പറയുന്നത് ജാപ്പനീസാണ്. ഈ വണ്ടിക്ക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ചവിട്ടി നിർത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽ ചെയ്യാൻ സ്റ്റീൽ ബോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ലീഫ് സ്പ്രിംഗ് ആണ്, അത് നമ്മൾ മൈൻഡിൽ വെക്കണം. ആ ലീഫ് സ്പ്രിങ്ങിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ടാവും. അത് ഇന്നോവേറ്റബിൾ ആണെന്നും ചെയ്യാല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് പാർട്ടിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി എഞ്ചിൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഈ 2.8. ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത് സ്പോർട്സ് മോഡിലാണ്. എൻജിൻ മോഡ്, അതായത് ഡ്രൈവ് മോഡും സ്പോർട്ടിലാണ്. സ്പോർട്ട് ഈക്കോ നോർമൽ. അങ്ങനെ ഓടിക്കുമ്പോൾ ഇതിൻ്റെ ത്രോട്ടിലെടുത്ത് അഗ്രസീവാണ്. അപ്പോൾ എൻജിൻ്റെ സൗണ്ട് കൂടിയ RPM നമുക്ക് കേൾക്കാം. ഡീസൽ ക്ലാറ്ററാണ്, ഒരിത്തിരി റിഫൈൻമെൻറ്റ് ലെവൽ കൂടുതലുണ്ട് പഴയ ഹൈലക്സിനേക്കാൾ. ഒരിത്തിരി സൈലൻ്റായിട്ട് നമുക്ക് തോന്നും. എന്നാലും നമ്മൾ ആക്സിലേറ്റർ അമർത്തി ഓട്ടുമ്പോൾ എൻജിൻ്റെ സൗണ്ട് അകത്ത് കേൾക്കും. പക്ഷേ അത് കേൾക്കാൻ രസമുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ NVH ലെവൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുപോലെ NVH ലെവൽ മെച്ചപ്പെട്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ത്രോട്ടിൽ ക്രിസ്പാണ് സ്പോർട്ട് മോഡിൽ, അതും പറയണം. അപ്പോൾ ക്രിസ്പായിട്ടുള്ള ത്രോട്ടിലും ആ ഒരു ത്രോട്ടിൽ മാപ്പിങ്ങും അതിൻ്റെ ഒരു നമ്മളിവിടെ 4H ഇടാണേ. 4H ഇട്ട് 4H ഓൺ ദ ഫ്ലൈ ആണ്. അത് മിക്കവാറും എല്ലാ വണ്ടിക്കും 4H ഓൺ ദ ഫ്ലൈ ആണ്. 4H ഓൺ ദ ഫ്ലൈ ആണെന്ന് പറയുമ്പോഴും ട്രാൻസ്മിഷൻ വൈൻഡിങ് എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടാർഗറ്റ് റോഡിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് പാതകളിൽ ഒരിക്കലും നമ്മൾ 4H ഹൈയും ലോയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. 2H ഓടിക്കാവുള്ളൂ. അൺലെസ് നിങ്ങൾക്ക് സെൻട്രൽ ഡിഫറൻഷ്യൽ ഉണ്ടെങ്കിൽ. ഈ സെൻട്രൽ ഡിഫറൻഷ്യലുള്ള വണ്ടിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പവർ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് വൈൻഡ് ഉണ്ടാവില്ല. കാരണം ഒരു വീല് സ്റ്റക്കായി ആ വീലിക്ക് പവർ പോവില്ല. പക്ഷേ ഈ ട്രാൻസ്ഫർ കേസുള്ള വണ്ടികളിൽ അങ്ങനെയല്ല. ട്രാൻസ്ഫർ കേസുള്ള വണ്ടികളിൽ സെൻട്രൽ ഡിഫ് ഇല്ലെങ്കിൽ വൈൻഡപ്പ് ഉണ്ടാവും. അതുകൊണ്ട് സോഫ്റ്റ് സാൻഡ് അല്ലെങ്കിൽ സോഫ്റ്റ് മണ്ണ് അല്ലെങ്കിൽ സോഫ്റ്റ് മഡ് സ്ഥലത്ത് മാത്രമേ ഈ 4H യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് നമുക്ക് 100 കിലോമീറ്റർ വരെ 4H ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ആ റോഡിൽ ഉപയോഗിക്കരുതെന്നാണ് പറയണത്. കാരണം അത് ഉപയോഗിക്കുന്ന വണ്ടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്. ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴേ നമ്മളൊരു കമാൻഡിങ് പോസ്റ്റിൽ നിന്ന് ഓടിക്കുന്നതുകൊണ്ട് നമ്മൾ ഡ്രൈവർ എന്ന നിലയ്ക്ക് ഇത് അത്യാവശ്യം നന്നായി തന്നെ കൊണ്ടുവരാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ ഒരു യാത്രക്കാരന് അത്ര സുഖകരമായിരിക്കില്ല. അത് ടൊയോട്ടയ്ക്കും അറിയാം. അതുകൊണ്ടാണ് ഇതുപോലത്തെ ലിവറുകൾ കുറേ കൊടുത്തത്. പിടിച്ചൊക്കെ പൊക്ക മക്കളെ എന്ന് പറയുന്നില്ലേ, അതാണ് കാര്യം. ഈ സ്പോർട്സ് മോഡ് മാറ്റി ഡ്രൈവ് മോഡ് ആക്കുന്നില്ല ഞാൻ വിചാരിച്ചു. കാരണം എന്തായാലും നമ്മൾ ഓടിക്കുമ്പോൾ സ്പോർട്സ് മോഡ് ഓടിക്കാൻ അതിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ നമുക്കൊന്ന് ഡ്രൈവ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ മോഡ് മാറ്റി ഒന്ന് നോർമലാക്കി നോക്കാം കേട്ടോ. നോർമലാക്കി. നോർമൽ മോഡിൽ അത്ര വലിയ ഒരു ക്രിസ്പല്ല ത്രോട്ടിലിന് അത്ര അഗ്രസീവ്നെസ് ഇല്ല. നമുക്ക് ഒരിത്തിരി കൂടി ഈസി ആയിട്ട് ടേക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യാമെന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു മല കയറാൻ പോകുന്നതായിരിക്കും. അപ്പോൾ സ്പോർട്സ് മോഡ് ഉണ്ടാ നോർമൽ മോഡ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വേണ്ടി തുള്ളും. ആ തുള്ളിച്ചില്ല കേട്ടോ, കാലെടുത്താൽ തുള്ളുന്നില്ലേ. അപ്പോൾ അത് സ്പോർട്സ് മോഡിൻ്റെ കൂടാണ്. ഈക്കോ മോഡ് നമുക്ക് മൈലേജ് വേണ്ടി ഓടിക്കണമെങ്കിൽ മാത്രം മതി. 201 BHP ഉള്ള വണ്ടിയാണ്. അപ്പോൾ കുറച്ച് പവർ കുറഞ്ഞ് മതി ഹൈവേയിൽ എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈക്കോ മോഡ് ഇട്ടോ, അപ്പോൾ നല്ല മൈലേജൊക്കെ കിട്ടും. അപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഒരു വണ്ടി നോക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി നോക്കുകയാണ്, അതിന് പകരമായിട്ട് വാങ്ങാൻ പറ്റിയ വണ്ടിയൊന്നുമല്ല ഹൈലക്സ് എന്ന് പറയുന്നത്. ഹൈലക്സ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഹൈലക്സ് വേണം, നിങ്ങൾക്കൊരു പിക്കപ്പ് വേണം. അതായത് കാലാകാലങ്ങൾ യൂസ് ചെയ്യാൻ ഒരു പിക്കപ്പ് വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റിയ ഒരു വണ്ടി വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഇന്ത്യയിൽ വേറെ വണ്ടിയില്ല. അത് ഹൈലക്സ് തന്നെയാണ്. അതാണ് ഹൈലക്സിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഞാൻ ഉറപ്പായിട്ട് കട്ട് ചെയ്തിലാക്കും. അതായത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ.
അപ്പോൾ ചളി തെറിപ്പിച്ച് പോയാൽ വന്ന് ജസ്റ്റ് ചുമ്മാ വാവ് നൈസ്. അപ്പോൾ അത് ഞാൻ പറയാം, എന്തായാലും റീലാക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിക്ക് വരെ വാങ്ങാൻ പറ്റിയ വണ്ടി അല്ല ഹൈലക്സ് ആണെങ്കിൽ ഹൈലക്സ് ആയിട്ട് തന്നെ വാങ്ങണം. അതായത് ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് ചില സിനിമകൾ ഹൈലക്സ് കണ്ടിട്ടുണ്ട്, ടോപ്പ് ഗിയറിൻ്റെ ഷോസ് കണ്ട് നമ്മൾ ഹൈലക്സിനോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താലിബാൻ്റെ സാധനം ഹൈലക്സാണ്. അങ്ങനെ ഹൈലക്സിന് ഒരുപാട് ലെഗസി പറയാനുണ്ട്. അതുപോലെ ഈ ഒരു പുതിയ ഹൈലക്സിൻ്റെ ഒരു മാറ്റമായിട്ട് പറയണത്, അല്ലെങ്കിൽ മാറ്റമില്ലാത്ത മാറ്റമായിട്ട് നിൽക്കുന്ന 2.8 ലിറ്റർ എഞ്ചിനാണ്. അത് വെട്ടി കുറച്ച് 2.4 ആക്കിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമായി പോയനെ, അല്ലെങ്കിൽ എഞ്ചിൻ്റെ സൈസ് കുറച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഒത്തിരി വിഷമമായി പോയനെ. അപ്പോൾ അതെന്തായാലും ഉണ്ടായിട്ടില്ല. അതെന്തായാലും നല്ല കാര്യമായിട്ട് തന്നെ കാണുകയാണ്. അത് നല്ല ഡ്രൈവബിളായിട്ടുള്ള ബ്രൂട്ടൽ ടോർക്കുള്ള നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനുള്ള ഒരു വണ്ടി, ഒരു ഹൈലക്സ്. അതിന് ഒരു നീഷ് പ്രപ്പോസിഷൻ ഉണ്ട്, അതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വാങ്ങാനായിട്ട് കുറേയധികം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഡിസൈറബിലിറ്റിയാണ്. അതായത് ചില വണ്ടികൾക്ക് മാത്രമേ ഡിസൈറബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിലൊന്ന് ഈ ഒരു ഹൈലക്സ് ആണ്. അതായത് ഹൈലക്സ് വാങ്ങിയാൽ ഒരു വണ്ടി വാങ്ങിയെന്നല്ല, ഒരു ഹൈലക്സ് വാങ്ങി എന്നാണ് പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് രാവിലെ പത്രം ഇടാൻ പോവാം, ഇതുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് റബ്ബർ വെട്ടാൻ പോവാം, ഇതുകൊണ്ട് രാവിലെ മീൻ ഡെലിവറിക്ക് പോവാം, ഇതുകൊണ്ട് നിങ്ങൾക്ക് വൈകുന്നേരം ലക്ഷറി ഹോട്ടലിൽ പോയിട്ട് സാമൂഹികപരമായിട്ട് ഉയർന്ന നിലയിലാണെന്ന് കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് ഹോട്ടലിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, അതാണ് ഇതിൻ്റെ ഒരു നീഷ് പ്രപ്പോസിഷൻ, അതാണ് ടൊയോട്ടയുടെ ഹൈലക്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. ശരി എന്നാൽ. അപ്പോൾ സിംപ്ലിസിറ്റി കുറച്ച് കൂടുതലാണ്, അതുപോലെ ചാട്ടവും കുറച്ച് കൂടുതലാണ്. എന്നാൽ ഫീച്ചേഴ്സോ 360 ഡിഗ്രി ക്യാമറ അടക്കം എല്ലാം കുറവാണ്. അതായത് ക്വാളിറ്റി കുറഞ്ഞ ക്യാമറയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ വില അത് ശരിക്കും കൂടുതലുമാണ്.